ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് ഒരു പോഡ്കാസ്റ്റ് എടുക്കുന്നത് അല്ലേ? പിന്നെ ശ്രീകാന്തായിട്ട് എടുക്കുന്നത് വളരെ ചുരുക്കമായി. ശ്രീകാന്താണ് നമ്മുടെ ഗസ്റ്റ് അപ്പിയറൻസ്. ശ്രീകാന്തിന് ലൈവിൽ പങ്കെടുക്കാത്തതിന്റെ ഒരു ദുഃഖവും ഉണ്ട്. ശ്രീകാന്തിന് ഈ ഒരു എന്തോന്ന് പറയാ, ആ ഒരു ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കാത്തതിന്റെ ഒരു ദുഃഖം അവ ഇതിൽ കൂടെ രേഖപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവന് ചെയ്ത എന്തോ സുഹൃതം ഡോറോത്തി ആയിട്ട് ശ്രീകാന്ത് പൊളിച്ചേനെ എന്നായിരുന്നു എന്റെ അഭിപ്രായം. നമുക്ക് അത് അടുത്തത് ഉടനെ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറെ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹാലോവീൻ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞില്ല. ഹാലോവീൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതല്ല, നമ്മൾ പറഞ്ഞില്ല. ഹാലോവീൻ പിന്നെ എപ്പോഴാണ് ചെയ്യാനുള്ളത്? 31-ാം തീയതി. നമ്മൾ പക്ഷെ 27-ാം തീയതി 28-ാം തീയതിയാണ് ചെയ്തത്. അതിനൊന്നും ഒരാഴ്ച മുമ്പല്ലേ? തൊട്ടടുത്ത അല്ല, അത് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മുങ്ങി. 26-ാം തീയതി ആയിരുന്നു. 26-ാം തീയതിയാണ് ചെയ്തത്. 26-ാം തീയതി ഉള്ള ലൈവിലായിരുന്നു ഹാലോവീൻ വീക്ക് നിങ്ങൾ പറയണമായിരുന്നു. എന്തായാലും നമ്മുടെ ആ ഒരു ഏതാണ്ട് അവസാനത്തെ ഒരു സംഭവമായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ചെയ്തത്. ഈ ഏരിയയിൽ ചെയ്തത് അവസാനത്തെ പരിപാടിയായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ബാംഗ്ലൂരിലേക്കായിരുന്നു തീർത്ഥാടന യാത്രയായിരുന്നു. ഈ പാപങ്ങളൊക്കെ നിങ്ങളോട് കാണിച്ച പാപങ്ങളൊക്കെ കളയാനുള്ള ഒരു ഇവന്റെ എക്സ്പീരിയൻസ് ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഇവന്റെ നീലി വീട്ടുകാര് ഇങ്ങനെ എന്തൊരു പറഞ്ഞടാ. അല്ല, അന്നത്തെ 2 ദിവസം നീലി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് നിർത്തിയാ? നിർത്തി. നിങ്ങൾ വീണ്ടും ഓർപ്പിച്ചെന്തിനാണ് വെറുതെ? അല്ലേ, കുറച്ച് രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ചോദിച്ചു. എന്റെ വീട്ടില് ചോദിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയടേന്ന് ചോദിച്ചു. ഇതൊക്കെ എന്തിനാ മോനെ നീ സാരി കൊടുത്തപ്പോ ഇതേപോലെ എന്തിനാ മോനെ ഇതൊക്കെ, എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ജീവിക്കണേ, നീ പഠിച്ചില്ലേ, നീ പഠിച്ചതല്ലേ, ഇതൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളെ തളർത്താൻ വേണ്ടിയാന്ന് ഇവിടെ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നത് നീ തളർത്താതിരിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ നമ്മളെ തളർത്തരുത്, ഇങ്ങനെ വെച്ചേക്കും. ഇങ്ങനെ ഓണാക്കുമ്പോ അവിടെ വന്നിരുന്നിട്ട് തളർത്തിക്കളയും. അല്ല, എന്റെ 2-3 പേര് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല വീഡിയോ എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ ആ ഹാലോവിന്റെ കാര്യം പറഞ്ഞില്ല, അതാണ് ഒരു സംഭവം ആയത്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതെ എന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ചുപേർക്ക് ഇഷ്ടപ്പെട്ടതൊരു കുറച്ചുപേരുണ്ടായിരുന്നു. അല്ല, ആദ്യമൊക്കെ കൊള്ളായിരുന്നു. ഞാൻ ആദ്യം കുറച്ചു നേരം കണ്ടു, പിന്നെ ഉറങ്ങിപ്പോയി. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അത് മനസ്സിലായി, നിനക്ക് വയ്യാതായി. കുറെ ആൾക്കാർക്ക് വയ്യാതായി. നമ്മള് കുറച്ചേരം ഇങ്ങനെ നോക്കിയപ്പോ 400 പേരായി. കുറെ ആൾക്കാർക്ക് ഉറങ്ങിപ്പോയി. ഞാൻ അന്ന് വെച്ച് ഓടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കായിരുന്നു, അതിലാണ് ഉറങ്ങിപ്പോ. അല്ലെ ഞാൻ കണ്ടില്ല ഫുള്ള്. നീ ഓടാൻ പോയല്ലേ? ഞാൻ അന്നൊരു ഓട്ടത്തിന്റെ അവസാനത്തെ 17 കിലോമീറ്റർ ഒക്കെ ആയപ്പോ കാലൊക്കെ പിടിച്ച് കൊന്നിയൊക്കെ ഫിനിഷ് ചെയ്താ നിങ്ങള്? എത്ര കിലോമീറ്റർ? 21 ഹാഫ് മാരത്തോൺ ഓടി. ഇനി നമ്മള് ഓടാന്ന് പറഞ്ഞു. നീ ഓടോ 10? അടുത്ത മാസം ബിനു പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞേ. അല്ല, അവന്റെ നീ പറഞ്ഞ ഓക്കെ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. എവനെ കൊണ്ട് പറ്റും. എവനെ കൊണ്ട് എന്തായാലും പറ്റും. എവനെ കൊണ്ടും പറ്റും. പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ, അല്ലാതെ 10 കിലോമീറ്റർ ഓടാൻ. 10 അല്ല 21 കിലോമീറ്റർ. ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം. ആദ്യം 100 മീറ്ററിൽ നിന്ന് തുടങ്ങാം. അല്ല, അത് പിന്നെ പറയാം. ഇതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഓട്ടത്തിന്റെ. 100 അത് അല്ല, ഇവ ഇടയ്ക്ക് ഇത് പറഞ്ഞോണ്ട് പറയാൻ കാര്യം, ഇവൻ അതായത് ഇടയ്ക്ക് നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പിനിടയ്ക്ക് തന്നെ ഒരിടത്ത് വെച്ചിട്ട് ഉല്ലാസ് അവനെ ചലഞ്ച് ചെയ്തായിരുന്നു. അതായത് നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റൂല, ഫിസിക്കലി നിങ്ങളൊന്നും ഒട്ടും ആക്റ്റീവല്ലെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഓക്കെ ഒരു ദിവസം നിങ്ങൾക്കൊരു തേങ്ങ അറിയില്ല, കിഴങ്ങ് അറിയില്ല, ഏതറിയില്ല, ഫിസിക്കലി ഫിറ്റ് അല്ല, കഴിവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 100 മീറ്റർ റേസ് പോയി ഞാൻ ജയിക്കുമെന്ന്. അല്ല, ഞാൻ പറയണ ഇതൊരു കോമ്പറ്റീഷൻ ബേസിൽ ഒരു ഹൂ വിൽ വിൻ ഒരു 100 മീറ്റർ നമുക്ക് ചലഞ്ച് ചെയ്യാം. നമ്മൾ നോക്കും, നമുക്ക് ചെയ്യാം. അത് ബെറ്റും വയ്ക്കാം. നിങ്ങൾ ബെറ്റ് വയ്ക്കും.
ബെറ്റ് വെക്കണം. അല്ല ഇവരിതിൽ പറയട്ടെ, കമന്റ് ഇടട്ടെ, ആരായിരിക്കും ഒരു 100 മീറ്റർ ഇപ്പൊ വയ്ക്കുകയാണെങ്കിൽ, ഞാനും ദാസും ചേട്ടൻ വയ്ക്കുകയാണെങ്കിൽ ആര് ജയിക്കുമായിരിക്കും? അല്ല നമുക്കും പറ്റുക, നമുക്കും പറ്റും. പിന്നെ ഇവര് പറഞ്ഞ കണക്ക് ഞാൻ അങ്ങനെ ഒരുപാട് വിമർശിച്ചൊന്നുമില്ല. എന്തോ എന്തോ നമ്മൾ തമ്മിലൊന്ന് ഉരസി അതിനിടയിൽ പറഞ്ഞതാണ്. പറഞ്ഞതാ. പക്ഷേ സീരിയസ് ആയിരുന്നു ഇത്. ഞാൻ ചലഞ്ച് ചെയ്ത് സീരിയസ് ആയിരുന്നു. ഉല്ലാസിന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു 100 മീറ്റർ സ്പ്രിന്റ് ചെയ്ത് നോക്കാം, ആര് ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയണ മറ്റേ സ്കൂൾ മീറ്റ് ഒക്കെ ചെയ്യൂലേ, അതേപോലെ നിക്കറൊക്കെ ആയിട്ട് നിങ്ങൾ ഓൾഡ് സ്കൂൾ സ്പോർട്സ് ഡേ ആയിട്ട് തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ സ്കൂളിലെ ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ട് കൊറേ കളികളുണ്ടല്ലോ. അല്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും പെർട്ടിക്കുലർ ഞാൻ ഓക്കെയാണ്, ഉല്ലാസം ഓക്കെ അല്ലേ? അത് ഇപ്പൊ ഒരു പഴയ 2 ബോക്സിംഗ് അതുപോലെ ചെയ്യാം. അതേപോലെ ഞാൻ മണവാണ്. അതല്ല അത് സത്യം പറഞ്ഞ ദാസ എവനാണ് എനിക്ക് മടവാളനായിട്ട് മറ്റേ കൂലിക്കെടുത്ത് ഇടിക്കണ പോലെ. ഇവൻ ജയിച്ച ഞാൻ അംഗീകരിക്കും. പക്ഷേ ഞാനും പറ്റി വയ്ക്കാം. ഞാൻ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ കൊടുക്കും. ഓ കൊള്ളാം കൊള്ളാം. നീയും 1000 രൂപ. 1000 രൂപ തരാം. ജയിക്കുന്നവരൊക്കെ നമുക്ക് പ്രൈസ് മണി കൊടുക്കാം. ഞാൻ സെറ്റ് ചെയ്യാം. നമുക്ക് പറ്റി വെക്കണോ ആര് ജയിക്കാന്നുള്ളത്? അത് നിങ്ങൾ മറ്റേ പന്തയം വെച്ചോ നിങ്ങൾ തമ്മിൽ. നിങ്ങൾ വരിക്കേ. ഞാൻ ദാസന് ഒരു 5000 രൂപ. സഹതാപം ഇത് വേണ്ട. 5000 ഞാൻ എവന് കൊടുക്കും 5 രൂപ. നീ എടാ യവന്മാർക്കല്ല പൈസ കൊടുക്കേണ്ടത്, നമ്മൾ തമ്മിലാണ് ബെറ്റ്. പ്രൈസ് മണി ഇരിക്കട്ടെ 5000 രൂപ. അല്ലാതെ പറ്റി വെച്ചു. അല്ലേ പ്രൈസ് മണി ഒന്നും വേണ്ട. പ്രൈസ് മണി അവന് ഓക്കെ എങ്കിൽ 5000 രൂപ. ഞാൻ അഖിൽദാസിന് 5000. നാളെ തൊട്ട് ഞാൻ 6 മണിക്ക് അവരുടെ വീട്ടിൽ ചെല്ലും. ഞാൻ ഉല്ലാസിന് 5000. യുവന്മാര് രണ്ടുപേരും വിചാരിച്ചേക്കണേ വെയിറ്റ് കുറവ്, ഉല്ലാസ് ഓടി എത്തും ഒക്കെ വിചാരിച്ചു വെച്ചേക്കാണ്. എന്ത് ചെയ്യാൻ, തെറ്റിദ്ധാരണകളുടെ ഓരോരോ വയസ്സ് കൂടുതൽ എനിക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചു. അല്ലല്ല പ്രതീക്ഷയില്ല. ഞാൻ പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ഓടോടാ മറ്റേ വിക്കറ്റിന്റെ അവിടെയൊക്കെ ഓടും, സിംഗിൾ കൊട്ടിട്ട് ഓടും. എനിക്കൊരു 100% ഉറപ്പുണ്ട്. എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഇവനെ. ഞാൻ സിമ്പിൾ ഇവന്റെ കോൺഫിഡൻസിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിലല്ല ഞാൻ പറഞ്ഞത്. ഉല്ലാസിന് ഓടാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. കാര്യം അവന് നല്ല സ്റ്റാമിനയൊക്കെ ഉള്ളതാണ്. നാളെ തൊട്ട് ഞാൻ മറ്റേ തീപ്പൊരി പമ്പര രാവിലെ MP3 ഇട്ടിട്ട് രാവിലെ ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ഇല്ലാതെയാണ് പറഞ്ഞത്. പ്രാക്ടീസ് ഇല്ലാതെ ഞാൻ റെഡിയാണ്. പ്രാക്ടീസ് ഇല്ലാതെ ഈ ഒരു വെയിറ്റിൽ റെഡിയാണ്. അതിനല്ലേ ഒരു മത്സരത്തിന്റെ ഒരു ഇത്. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ എവിടെ നല്ലൊരു ലൈവിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ മറ്റേ ഇവിടെ പോവാ, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരു റൗണ്ട് പോലെ അവിടെ റൗണ്ട് 100 മീറ്റർ കണക്കാക്കി 100 മീറ്റർ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്പോർട്സ് ഡേ ചെയ്തിട്ട് അതിലെ മെയിൻ ഇവന്റ് അവരുടെ വയ്ക്കാം. ഒരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ തന്നെ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മറ്റേ കാര്യവട്ടത്തെ ഒരു റോഡില്ലേ, റോഡിലൊന്നും വേണ്ട, പ്രോപ്പർ ഗ്രൗണ്ടിൽ തന്നെ ചെയ്യട്ടെ. അത് സ്പ്രിന്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അത് സ്പ്രിന്റിന് നല്ലൊരു ഇത് വേണ്ടേ, നിരപ്പായിട്ടുള്ള സ്ഥലം വേണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ ഒപ്പിച്ച് തരണം. അതിനപ്പോ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ പോയി ഒരു ദിവസം നിങ്ങൾ പോയി രണ്ടുപേരും കൂടെ ഓടിയായി. ട്രാക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് നമുക്ക് പിന്നീട് ചെയ്യാം. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു ദിവസം നമ്മുടെ OSBയുടെ എല്ലാരെയും വിളിച്ചിട്ട് ഒരു സ്പോർട്സ് മീറ്റ് നടത്തിയിട്ട് അതിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് ഇത് നടത്താം. അത് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതില് വേണമെങ്കിൽ പ്രൈസ് എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിച്ച ആൾക്കാരെ വിളിക്കാനായിരിക്കും. എനിക്ക് ഒരു സജഷൻ ഉള്ളത് 5000 ഇപ്പുറത്ത് ഒരു 0 ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. നിനക്ക് എവനിൽ ഉറപ്പില്ല. ഓ കോൺഫിഡൻസ് പോയ എന്റെ കോൺഫിഡൻസിൽ നിനക്ക് 5000 രൂപ നഷ്ടം എന്ന് പറയുന്നത് ഇത് കടുപ്പല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല എനിക്ക് 5000 രൂപ കിട്ടിയാ എന്താ പുളിക്കോ? ശരി, നിനക്കിപ്പോ ഒരു പ്രതീക്ഷയില്ല? പ്രതീക്ഷയില്ലാത്തൊന്നുമല്ല. നിങ്ങൾക്ക് 5000 രൂപ ഞാൻ മേടിച്ചു തരും. മേടിക്കല്ലേ? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഉല്ലാസിൽ എനിക്ക് നല്ല പ്രതീക്ഷ കാണാനുണ്ട്. അപ്പൊ ഉടനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അതെ, ഉല്ലാസ് റെഡി അല്ലേ? പിന്നെ ഞാൻ റെഡിയാ.
ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കാത്തിരിക്കുക. Stay tuned. അപ്പൊ ഇവിടെ ഒരു റൈവലറി തുടങ്ങുകയാണ്. അതെ. ഉല്ലാസും ദാസും തമ്മിൽ ഓട്ട മത്സരം. അതെ, ഓട്ട മത്സരം. അത് നമ്മള് ഇടി അങ്ങനത്തെ ഇതൊന്നും ഇല്ല. നമ്മള് സൗഹൃദപൂർവമായിട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. സ്പ്രിന്റ് 100 മീറ്റർ അത്ര നമ്മള് ഈ ഒരു ഡിസ്കഷനിൽ അത്ര സൗഹൃദമായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും നല്ല കോമ്പറ്റീഷൻ കൂടെ ബെറ്റ് വയ്ക്കണമായിരുന്നു. തമ്മിൽ അത് 1000 രൂപ 1000 രൂപ വെച്ചല്ലോ നിങ്ങൾ. 1000 വെച്ച്. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. അത് നമുക്ക് അടുത്തൊരു ഇതായിട്ട് വലിയൊരു ഇവന്റ് ആയിട്ട് ചെയ്യാം, സെറ്റ് ചെയ്യാം. നമുക്ക് ബാക്ക് ടു ബാംഗ്ലൂർ. അതെ, ഇത് ബാംഗ്ലൂർ വെച്ചാണ് നമ്മൾ ഈ ഒരു ബാംഗ്ലൂർ വെച്ചാണ് നമ്മൾ കൊമ്പ് കോർത്തത്. അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ ഈ ഒരു സംസാരം വന്നത്. നീ അത് ഓർത്തിരുന്നല്ലടാ? നമ്മളുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കത് പെട്ടെന്ന് കണക്ട് ആയി. ഞാൻ മറന്നിരിക്കുന്നേ. അപ്പോഴാണ് ചിരിച്ച് യവൻ നിന്നെ ഭയങ്കരമായിട്ട് താറ്റിയപ്പോ ഞാൻ റോഡിൽ കിടന്ന് ചിരിച്ച് പഠിത്താണ് പോയത്. ഓർമ്മയില്ലേ? ഞാൻ മറന്നുപോയി. ഇപ്പൊ ഈ നീ പറഞ്ഞപ്പോ ഉള്ളിലെ മറ്റേ ഇതുണ്ടല്ലോ, പക അങ്ങോട്ട് കയറി. അതാണ് ഞാൻ പറഞ്ഞത് ഓട്ട മത്സരം വേണോ. ഇത് ഏതായിരുന്നു മറ്റേ ഇപ്പൊ പോലീസിനെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത? അതല്ല, ഇത് കങ്കേരി വെച്ചിട്ട് രാവിലെ നടന്നു വന്നപ്പോ എവനും ചിരിച്ചു, ഞാൻ ഇവനോട് ചിരിച്ചത്. ശരി. എനിക്കതുകൊണ്ട് നമുക്ക് ബാക്ക് ടു ബാംഗ്ലൂർ ട്രിപ്പിലേക്ക് വരാം. ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യണ്ട. അല്ല, ബാംഗ്ലൂർ ട്രിപ്പ് ആക്ച്വലി നല്ലൊരു ട്രിപ്പ് ആയിരുന്നു. എനിക്കൊന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ ബാംഗ്ലൂർ ട്രിപ്പ്? ബാംഗ്ലൂർ പോണ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഉല്ലാസം ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോണത്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സ്ഥലം. എന്നുവെച്ചാൽ ഒരു പച്ചപ്പും ഒരു ചെറിയൊരു ഹരിതാപയൊക്കെ ഉള്ള സ്ഥലം. സിറ്റി ആണെങ്കിലും നമുക്ക് ഒരു ഹരിതാപ ഉണ്ട്, ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ ഒരു ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം. എനിക്ക് ആ ക്ലൈമറ്റ്, നമ്മൾ AC-ലൊന്നും അല്ല സ്റ്റേ ചെയ്തത്, സാധാ ഫാന്റെ മൂട്ടിലാണ് ഇരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നല്ല തണുപ്പായിരുന്നു. ആ AC-ൽ കിടക്കുന്ന ഒരു ഫീൽ നമ്മൾ സുഖമായിട്ട്. അത് ട്രിവാൻഡ്രത്തിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് അധികം ചൂടില്ല. പക്ഷെ കുറെ പേരോട് വെച്ചാൽ ബാംഗ്ലൂർ മുമ്പായിരുന്നെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര രസമാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയെന്നാണ് പറയണം. പക്ഷെ നമ്മളൊക്കെ ഈ ഇടയ്ക്കല്ലേ പോയി തുടങ്ങി. ഇപ്പോഴും നല്ലതാണ്. പക്ഷെ പണ്ട് കുറച്ചും കൂടി അതിന്റെ പേര് ഈ ഒരുപാട് ലേക്സ് ഉണ്ടായിരുന്നു. ശരിയാ. അത് കുറച്ചുണ്ട് പോയപ്പോ നല്ലതായിരുന്നു. തുടങ്ങി ഇതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. IT ഒക്കെ തുടങ്ങിയ സമയത്ത് അവിടെ പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അന്നത്തെ ബാംഗ്ലൂർ വെച്ചാൽ ഭയങ്കര രസമായിരുന്നു, കുറച്ചും കൂടി കുറെ ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവരത് മൂടി കുറെയൊക്കെ അതിന്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടെന്നാണ്. ലേക്സ് കുറെയൊക്കെ നികന്ന് അവിടെയൊക്കെ ഫ്ലാറ്റ് ബിൽഡിങ്സ് ഒന്നാണ്. അതിന്റെ ബ്യൂട്ടി കുറെ പോയെന്നാണ് പറയണത് പണ്ടത്തെ ആൾക്കാർ. പക്ഷെ ഇപ്പോഴും നമുക്ക് പോകുമ്പോൾ നമ്മൾ പുതിയത് സ്റ്റിൽ നല്ലതാണ്. ഇപ്പോഴും നമ്മളിപ്പോ ഒരാൾ കയറ്റി പോകണമെങ്കിൽ നല്ലൊരു സ്ഥലം. ട്രാഫിക് മാത്രമാണ് ഒരു സിറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. എന്ന് വെച്ചാൽ ക്ലൈമറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാലും നമുക്ക് അങ്ങനെ ഒരു ഹെക്റ്റിക് തോന്നുന്നില്ല. ഹ്യൂമിഡിറ്റി കുറവാ. ഈ ഫാസ്റ്റ് ലൈഫിന് പറ്റിയൊരു സ്ഥലമാണ്. വെയിലടിച്ചാലും ഒരു തണുത്ത കാറ്റും ഒരു ഇതും, വെയിലായാലും ആ ഒരു ചൂട് അനുഭവപ്പെടും. ഇന്റൻസിറ്റി കുറവാണ് ഇവിടെ. അതെ, വളരെ കുറവാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. അതാണ് ആ ട്രിപ്പ് ഒരു ഹെക്റ്റിക് ആവാതെ തോന്നിയത്. ചൂടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരുമാതിരിയാണ്, ഒരു ഒരു സൺബേൺ ഒക്കെ അടിച്ചോടാ. നമ്മള് ഈ കുറെ നേരം ഇങ്ങനെ നടന്ന് എനിക്ക് ഈ പാലായനം പരിപാടിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം. അത് ചെന്നൈയിൽ നമ്മൾ കുറെ ചെയ്തത്. അപ്പോഴും നല്ല തളർന്നു നമ്മള് ഈ രാവിലെ ഇങ്ങനെ പോകുന്ന പരിപാടി. അത് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്കിപ്പോ തിരുവനന്തപുരം ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും കുറച്ചുകൂടി സീരടുത്തായതുകൊണ്ട് ആ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇല്ല, സീ ഇല്ലല്ലോ. ബാംഗ്ലൂര് നടുക്കല്ലേ. പിന്നെ അതുമല്ല ട്രാഫിക് ആണ് ഒരു ഭയങ്കര പ്രശ്നം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ട്രാഫിക്. ചിലപ്പം അരമണിക്കൂറിൽ എത്താനുള്ള സ്ഥലമൊക്കെ നമ്മള് 1-2 മണിക്കൂറൊക്കെ അങ്ങനെ കിടക്കുക. പിന്നെ പൊടിയും ഉണ്ട്. പൊടിയുണ്ട്. അത് ഈ പണി കിടക്കണതിന്റെ സംഭവമാണ്. കുറെ മെട്രോ ഇനിയും കുറെ സ്ഥലത്തോട്ട് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ ഇതുണ്ട്. പിന്നെ നമുക്ക് ആദ്യം പോയ സ്ഥലം, നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ നമ്മൾ വിചാരിച്ചു ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എല്ലാം സിറ്റി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് മനസ്സിലായി. അത് സിറ്റി അല്ല, പ്രോപ്പർ സിറ്റി അല്ല മനസ്സിലായി. അത് ബാംഗ്ലൂർ അല്ല, ഇത് കെങ്കേരി അല്ലേ, അങ്ങ് ദൂരെ. അതിന്റെ അങ്ങ് അറ്റത്ത് കൊണ്ട് അത് ചീപ്പ് പ്രൈസിന് അവിടെ കിട്ടുമെന്ന് തോന്നുന്നു സ്ഥലങ്ങളൊക്കെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത എക്സ്പാൻഷന് രംഗാണനാവാൻ താല്പര്യമുണ്ട്, ഈ കെങ്കേരിയിലൊക്കെ പോയി വസ്തു വാങ്ങാം. മെട്രോ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉല്ലാസ് ഇത് ശ്രീകാന്ത് ഇങ്ങനെ പറയണമെങ്കിൽ അവന്റെ അടുത്തും കൂടെ ചോദിച്ചിട്ട് അവൻ കൺഫേം ഇത് അപ്രൂവ് തന്നിട്ടാണ് എടുത്തത്. എന്നിട്ട് പോണ വഴിക്ക് ഫുള്ള് ഇവന്റെ തലയിലാണ്, ദാസന്റെ തലയിലാണ്. ഞാൻ ഇവന്റെ അടുത്ത് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അപ്പോഴും എങ്കിൽ ഒരു ദിവസത്തേക്ക് എടുക്ക് എന്ന് ഇവനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്.
കാരണം കുറച്ചും കൂടെ ബാംഗ്ലൂർ കുറച്ചും കൂടെ അറിയാന്നുള്ളത് ശ്രീകാന്ത് കുറച്ച് ഇത് നോക്കിട്ട് ഒരു ദിവസത്തേക്ക് എടുക്കാം, അങ്ങനെയാണ് എടുത്തത്. പക്ഷെ അതിലാണെങ്കിൽ ആകെ അറിയാന്നുള്ള CV രാമൻ. അല്ല, ഞാൻ കോരമംഗലേക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഒരു ദിവസം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിനടുത്താണ് വണ്ടർല. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, കാരണം വണ്ടർല പോണോന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അടുത്തായിട്ടൊക്കെയാണ് എടുത്തത്. പക്ഷെ വണ്ടർല പിന്നെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ശ്രീകാന്ത് പറഞ്ഞു ഇവിടെയും കൊച്ചിയിലും ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ പോയാൽ പോരെന്ന് ചോദിച്ചു. നമ്മുടെ പയ്യന്മാരെല്ലാരും 4-5 പേരേ ഉള്ളൂ. ആരുന്നും എല്ലാത്തിനും കേറാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞു. എല്ലാത്തിലും അല്ല, മിക്കയിലും കേറാൻ പറ്റില്ല. അപ്പൊ നമ്മള് 3 പേര്, പിന്നെ ഒരാള് ക്യാമറ എടുക്കാന്ന് കഴിഞ്ഞാല് 3 പേരായി പോകും. പിന്നെ കൊച്ചി ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഒരു വീക്ക് ഡേ പോണെയാണ് ബെറ്റർ. കാര്യം ഭയങ്കര തിരക്കായിരിക്കും. ഈവൻ മറ്റേ ഫാസ്റ്റ് ട്രാക്ക് എടുത്താലും തിരക്കായിരിക്കും അവിടെയൊക്കെ. അപ്പൊ അതിനെക്കാളും ബെറ്റർ കൊച്ചി ആയിരിക്കും. നമ്മൾ വേറൊരു സാധനം ചെയ്യും. എല്ലാ പയ്യന്മാരെല്ലാരും വിളിച്ചു വരുത്തിയിട്ട് അതാണ് ഒരു രസം. നമ്മൾ മാത്രം എൻജോയ് ചെയ്ത് തന്നെ അതൊരു ശരിയല്ലല്ലോ. ഫണ്ട് വരൂല. ഇവിടെ കൊണ്ടൊന്ന് കോമാളി വേഷമൊക്കെ കെട്ടിക്കാൻ മാത്രം അറിയാം എന്നുള്ള കാര്യമായിപ്പോ അത് വേണ്ട. അത് ശരിയാണ്. അത് ശരിയാണ്. പിന്നെ നമ്മള് ബാംഗ്ലൂർ നമ്മൾ ട്രൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈ ചെയ്തത് മറ്റേ ഇതായിരുന്നല്ലേ, സഫാരി. ആദ്യം നമ്മള് മറ്റേ രാമേശ്വരം കഫേലാ പോയത്. അത് ഒരുപാട് അവിടുത്തെ ഫേമസ് ഭയങ്കര ഹൈപ്പ് ഉള്ള ഒരു സാധനമായിരുന്നു. അത് എനിക്കൊന്ന് ആ ഒരു സെറ്റപ്പ് അവിടെ എവരാണ് തുടങ്ങിയത് അല്ലേ, ഈ മസാല ദോശ ഭയങ്കര. അല്ല, അവിടുത്തെ ഒരു സെറ്റപ്പ്, സെൽഫ് സർവീസ്, നിന്ന് കഴിക്കുന്ന സെറ്റപ്പും അതൊക്കെ ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. തിന്നാലോ, ഇവിടെ നിന്ന് തിന്നണ്ടേ. അവൻ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടുള്ള ഒരു ഫ്രഷ്നെസ്. നിന്ന് തിന്നാൻ പറ്റിയൊക്കെ ഫ്രഷ് ആയിട്ട് നിന്ന് തിന്നാൻ അവിടെ കസേരയില്ല, അതാണ് അതിന്റെ ഒരു പ്രശ്നം. അല്ല, അവിടുത്തെ ഒരു ബിസിനസ് മോഡൽ കുറച്ചും കൂടി കൊള്ളാം. നീറ്റ് ആണ് ഭയങ്കര ബിസിനസ് മോഡൽ കൊള്ളാം, ഭയങ്കര സർവീസ്, കുറെ ആൾക്കാരുണ്ട്. അത് നമ്മള് സെൽഫ് സർവീസ് ആണെങ്കിലും ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് സ്റ്റാഫ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. എറണാകുളത്തെ അവിടെയാണെങ്കിൽ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ, ഭയങ്കര കുറവാണ്. പക്ഷെ ഇവിടെ കുറെ സ്റ്റാഫാണ്. പിന്നെ കുറച്ചുകൂടി ക്ലീൻ ആണ്, നല്ല ചുറ്റുപാടൊക്കെ ക്ലീൻ ആണ്. ഒരാൾ പോയി തന്നെ അപ്പൊ തന്നെ അവിടെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യും. അല്ല, ഈ രാമേശ്വരം കഫേ പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞായിരുന്നു ഭയങ്കര ഓവർ റേറ്റഡ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കെന്ന്. പക്ഷെ നമ്മൾ പോയപ്പം അത്ര ഒരു പ്രശ്നം തോന്നിയില്ല. ഈ ഫുഡ് നല്ല സാധനമായിരുന്നു. പിന്നെ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടത്. മേ ബി അവിടെ ഇതിനേക്കാളും നല്ല ഓപ്ഷൻസ് കാണുമായിരിക്കും. 1-2 പേര് പറഞ്ഞു, നമ്മളൊന്ന് മീറ്റപ്പിന് 1-2 പേര് പറഞ്ഞു അവിടെ ഉള്ളവർക്ക് ഇതിനേക്കാളും നല്ല കടകളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നവർക്കാണ് ഈ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അവര് പറയണം. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ പോയിട്ട് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ? സൗത്ത് ഇന്ത്യൻസ് ആയിട്ട് നമുക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അത് നമ്മള് വേറെ അങ്ങനെ അധികം അവിടുന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നല്ല ഫുഡ്, അധികം പുറത്തിറങ്ങാത്തോണ്ട് നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മസാല ദോശ വേറെ ഒരു ടേസ്റ്റ്. നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് നല്ല കട്ടിയുള്ള മസാല. ഒരെണ്ണം തിന്നാ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഓടും. അതെ തന്നെ, നമ്മള് വിചാരിക്കും ഒരെണ്ണം കുറച്ച് തിന്നു കഴിഞ്ഞാൽ ഒന്നും ആവൂലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത്തിരി കട്ടിയുണ്ട്. ഇവിടത്തേക്ക് ദോശ പേപ്പർ കണക്കിരിക്കണ ദോശയാണ്. നിന്റെ ഇത്തിരി കുറവായിരുന്നു അല്ലേ? ഇല്ലല്ല, എന്റെ ദോശമാവിന് എന്തോ പ്രത്യേകത. കാര്യം നമ്മുടെ ദോശമാവ് പോലെയല്ല, വേറൊരു ദോശമാവ്, റവയോ മൈദ എന്തോ ചേർത്ത് കട്ടിയുണ്ട്. നമ്മളെ ഉഴുന്ന അങ്ങനത്തെ നമ്മളെ ദോശ ഓപ്പൺ ബട്ടർ മസാല, നോർമൽ പൊടി ദോശ. ഞാൻ മറ്റേ ഗീ പൊടി ഇഡലി, അത് നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ്. മുന്നേ കഴിച്ചിട്ടുണ്ട്. അല്ല, നല്ല രുചിയായിരുന്നു. അത്ര അഫോർഡബിളുമാണ്. ആ ഒരു ഇതിന് അഫോർഡബിൾ ആണ്. പിന്നെ കുറച്ച് എന്താണ് നന്നായിട്ട് കിടക്കും, ഹെവിയാണ്. ഹെവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കഴിച്ചിട്ടാണ് നമ്മള് വൈകിട്ട് വരെ നിന്നത്. കാരണം ബനാർക്കട്ടയിൽ പോയി ഒരുപാട് നടന്ന് അല്ലേ. അല്ല, ഇവൻ തന്നെ പറഞ്ഞു ഒരിക്കലും വെജ് നമുക്ക് ഹെവി ആക്കാൻ പറ്റൂല പറഞ്ഞു. പക്ഷേ ബട്ടർ കയറ്റിയപ്പം കുറച്ച് ബട്ടറിന്റെ കാര്യം പയ്യൻ മറന്നു. നല്ല ബട്ടർ നല്ലതായിരുന്നു, അത് കഴിച്ചത് നന്നായി. ഇനി നമ്മള് ഉച്ചക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയത്. പക്ഷെ അതിൽ നന്നായിട്ട്. പിന്നെ അധികം നമ്മള് അങ്ങനെ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല ബാംഗ്ലൂരിൽ പോയിട്ട്. വാഗമണ് പോലെയൊക്കെ അത്രയൊക്കെ നമ്മൾ കഴിച്ചോളൂ അല്ലേ. അല്ല, നമ്മള് കൂടുതലും ട്രാവൽ ചെയ്യാനാണ് നോക്കിയത്, അല്ലാതെ ഫുഡിന് മറ്റേ തേടി പിടിച്ച് പോകുന്ന ഇമ്പോർട്ടൻസ് കുറച്ചു. നമ്മൾ എങ്കിലും കഴിച്ച് ഫുഡ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മേഘന ബിരിയാണി ട്രൈ ചെയ്ത് നല്ലതായിരുന്നു. പിന്നെ ഒരെണ്ണം കഴിച്ചത് എന്തോ ഒരു കരാമ ബിരിയാണി.
എന്തോ കരാമെന്ന് കണ്ടാണ് അത് പക്ഷെ വലിയ ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ മേഘനെ ഓവർ ഹൈപ്പ് എന്നാണ് മിക്കവരും കുറെ പേര് പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ബിരിയാണി. നല്ല ഹെവി. എല്ലാരും ഓവർ റേറ്റഡ് എന്ന് പറയണല്ല. അത് ചിലപ്പം കുറെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും അല്ലേ? ആയിരിക്കും. അങ്ങനെ ഇത് രണ്ടുപേരും നമ്മൾ ഫുഡ് ട്രൈ ചെയ്ത. പക്ഷെ ബാക്കി നമ്മൾ കുറെ അല്ലാതെ ട്രാവൽ കുറെ ചെയ്തു. ബന്നാർഘട്ട പോയി. ബന്നാർഘട്ട എങ്ങനെ ഉണ്ടായിരുന്നു? ഇവനാണ് മുമ്പ് പോയി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബന്നാർഘട്ടയില് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നമ്മള് സഫാരി കേറി. ബന്നാർഘട്ട അത്ര ഭയങ്കര സംഭവം അല്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പ് ആണെന്ന്. അല്ല, അന്ന് ആ ടൈമിൽ പോയപ്പം എന്തോ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തോന്നി. നല്ല രസമായിരുന്നു. പിന്നെ ഇത്രയും കൂടൊന്നും അപ്പോഴില്ലേ. അല്ല കൂടുമല്ല, ഈ ഭയങ്കര ഐ മീൻ ആ റേറ്റ് ഭയങ്കര കൂടുതലാ ആക്ച്വലി. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 600-700 രൂപ എന്താണ് ഒരാളെ ടിക്കറ്റ് ഈ ബസ്സിൽ പോണത്. 1 2 3 4 5 പേര് 390 കൂടിയത് എന്തരായിരുന്നു? അത് അന്ന് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് AC ബസ് ഉണ്ട്. AC ബസ്സിനാണെങ്കിൽ 700. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഒരു ഇത് വരാന്ന് പറഞ്ഞല്ലേ, ഇനോവ. 5900 എന്തോ 6000 രൂപ 5 പേർക്ക്. അത് ഇത്തിരി കടുപ്പം തന്നെ. ബ്ലേഡ്. പക്ഷെ ഇത് 300 രൂപയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു വണ്ടിയിൽ കൊണ്ട് പോണുണ്ട്. പിന്നെ ഇത്രയും ഗേറ്റ് ഉണ്ട് അതിനകത്ത് ഒരു 10000 ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഉണ്ടായിരുന്നു. അത് ആ ഡ്രൈവർ ഒരു വെപ്രാളവും റൂഡും പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് പോവാണ്. അവർക്ക് ജോലി തീർക്കണ ഒരു മറ്റേ ഇതുണ്ടല്ലോ. അല്ല അതിന് വേർത്തായിട്ട് തോന്നിയില്ല എനിക്ക് ആ ഒരു സഫാരിയെ വെറുതെ. അല്ല ഇതൊരു സഫാരി പോലെ എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സൂവിൽ കൂടെ പോണ കണക്ക് തന്നെ ഒരു ഫീൽ ആയിരുന്നു. ആകെ ഒരു കടുവയും കണ്ട് പുറത്തുണ്ടായിരുന്നു. കടുവ ഉണ്ടായിരുന്നു, സിംഹമൊക്കെ പുറത്തുണ്ടായിരുന്നു. എന്തോ 1-2 എണ്ണത്തിന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടേക്കും അത്രേ. പക്ഷെ അതെല്ലാം ഒരു സൂവിൽ കിടക്കുന്ന പോലെ തന്നെയാണ് അവിടെയും കിടക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അല്ലെങ്കിലും ആ കടുവേരെ സാധനം കൊള്ളായിരുന്നു. നമ്മൾ അടുത്തുനിന്ന് കണ്ടു. ഇത്ര അടുത്തുനിന്ന് സാധാരണ ഓപ്പൺ സ്പേസിൽ കാണാറില്ലല്ലോ. കാണാറുണ്ടോ? അല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കടുവേനെ എപ്പോഴും പുറത്തിട്ടേക്കും. ഒരു വെള്ളക്കടുവ ഉണ്ടായിരുന്നു, സാധാ കടുവ ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, പുലി ഉണ്ടായിരുന്നു. ആന ഉണ്ടായിരുന്നു വെളിയിൽ ചങ്ങലക്ക്. ആന ഇത്തിരി പാവം തന്നെ കേട്ടോ. അത് ഇത്തിരി എല്ലാത്തിനെയും ചങ്ങലൊക്കെ ഇട്ടിട്ടേക്കും. ചങ്ങലക്കിടാതെ വളർത്താൻ പറ്റൂലായിരിക്കും. പക്ഷെ നാഷണൽ പാർക്ക് എന്നൊക്കെ പറയുമ്പോ അല്ലേ, ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു അതിന്റെ പ്രശ്നമായിരിക്കും. അല്ല എനിക്ക് തോന്നുന്നു ഇതിനെക്കാളും ബെറ്റർ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡിസ്കവറി ചാനലിൽ ആഫ്രിക്കയൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞത്. മറ്റേ മസൈമാരിലൊക്കെ പോണ മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ജീപ്പൊക്കെ നിർത്തിയിട്ടൊക്കെ പുലിയൊക്കെ മണ്ടേ വന്ന് നിൽക്കും. അത് അല്ല ഇതിനെക്കാളും ബെറ്റർ നമ്മളുടെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ആ ഒരു സ്ഥലം. അവിടെ ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര് ഒരു തമിഴ്നാട്ടില് ഗുണ്ടൽപേട്ടല്ല ഗൂഡല്ലൂർ. അവിടെ ആ റോഡ് ഭയങ്കര രസമാണ്. അവിടെ നല്ല സീസൺ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാളും സൂപ്പർ ആയിട്ട് നമുക്ക് നമ്മളുടെ വണ്ടിയിൽ പോവാം. മൃഗങ്ങളെ കാണാം. ഞാൻ നോക്കിയപ്പോ കരടിയെ കണ്ട്. കരടിയൊക്കെ റെയർ ആണ് ഇങ്ങനെ കാട്ടിൽ കിട്ടുന്നത്. കരടിയെ കണ്ട്, പിന്നെ കുറെ ആനയെ കണ്ട്. അതിലും ആനയ്ക്ക് ചങ്ങലയൊക്കെ കാണും കേട്ടോ. സൂക്ഷിച്ചൊക്കെ കാണും. ചങ്ങല ഇല്ലാത്തതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പോത്തില്ലേ ആ സാധനത്തിനെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അടുത്ത് വന്നിരിക്കും. പിന്നെ ഒരുപാട് മാന, ഇതുപോലത്തെ ചൊറി പിടിച്ച മാനൊന്നുമല്ല, നല്ല ഇതിലും നല്ല മാനൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണമൊക്കെ ഭയങ്കര വലുതായിരുന്നു. ചിലതിനൊക്കെ വയ്യടാ. അതിന് അവര് ചിലതൊക്കെ അകത്ത് കിടക്കുന്നത് ആ സഫാരിക്കകത്ത് ചിലതിനെ കാണുമ്പോൾ ഇതില്ല. അവര് ഒരു പോലെ. പക്ഷെ അല്ലാതെ നല്ല ആ കറക്റ്റ് അതിന്റെ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ബെന്നാർഘട്ട ആക്ച്വലി നമുക്കൊരു ഓവർ റേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ കൊടുക്കണ പൈസക്ക് അത്ര വെറുത്തൊന്നും അല്ല. പിന്നെ നമ്മൾ സൂവിന് അല്ലാതെ 600 രൂപ കൊടുത്ത് സത്യം പറഞ്ഞാൽ ഒരു കാർഡ് മതിയായിരുന്നു എന്നാണ് പറയണ. ഇതിന്റെ ഒന്ന് മതി എന്നാണ് കമന്റ് കണ്ടത്. അത് ഉള്ളതാന്ന് അറിഞ്ഞൂടാ. അതെങ്കിലും വിശ്വസിക്കടാ. നമ്മളാ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവര് പറയൂല സൂവിന് ഇതിനൂടെ ഒറ്റ ടിക്കറ്റ് ആണെന്നുള്ളത്. ചിലപ്പോ ആയിരിക്കും നമ്മൾ വായിക്കാന്നല്ലേടാ ബുക്ക് ചെയ്തത്. അതിൽ എഴുതി വെക്കണ്ടേ അവര് കിയോസ്ക് അതിൽ കാണുമായിരിക്കും. നമ്മൾ വായിക്കാൻ അത് ചെന്നൈയിൽ പോയപ്പോഴും ഒരു സാധനം എവനാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. നമ്മളെ ചീത്തയൊക്കെ വിളിച്ച് മറ്റേ നമ്മള് താമസിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് മൊത്തം പറയട്ടെ നമ്മള് പോണ വഴിക്ക് ഇത് മഹാബലിപുരത്ത് പോയപ്പോഴത്തേക്ക് അവിടെ 4 ഇത് കണ്ടു, 3 എണ്ണം കണ്ടു, 3 സൈറ്റുകളുണ്ട്. അപ്പൊ ആ ഒരു സൈറ്റിൽ ഒരെണ്ണം എടുത്താൽ മതി. ഒരിടത്ത് എടുത്താൽ ബാക്കി എല്ലായിടത്തും കയറാം. അപ്പൊ എവനെന്തോ ഒരു സ്ഥലത്ത് നമ്മൾ താമസിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ചീത്ത വഴക്കോട്, ചീത്തല്ല ഐ മീൻ വഴക്ക്.
അപ്പൊ അവസാനം നമ്മളിത് കാണിച്ചപ്പോ അങ്ങേര് പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞിട്ട് കേട്ടി. ഇവ എന്തെല്ലാം പറയുമെന്നറിയാം. ഇവന്റെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ നല്ല ഏറെ കയറ്റി ഇങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ഞാൻ പറഞ്ഞു എല്ലായിടത്തും ചിലപ്പോ സെപ്പറേറ്റ് ടിക്കറ്റ് ആയിരിക്കും ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അതിനാണ് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നീട്ടി വെച്ചത്. പക്ഷെ അവൻ വഴക്ക് പറഞ്ഞില്ലായിരുന്നു അന്ന്. ശരി, വഴക്ക് പറഞ്ഞു. പക്ഷെ ബാംഗ്ലൂർ ട്രിപ്പിന് വലിയ വഴക്കില്ലായിരുന്നു. അത് നേരത്തെ 100 മീറ്ററിൽ മനസ്സിലായി. അത് അല്ലാതെ ട്രിപ്പിന്റെ കാര്യത്തിൽ അവൻ ഹാപ്പി ആയിരുന്നു തോന്നുന്നു. അല്ലെങ്കിലും ഇപ്പൊ ആളല്ലേ പറയുള്ളൂ. അപ്പൊ അതായിരുന്നു നമ്മളുടെ മൊത്തത്തിലുള്ള സൂവിന്റെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ എനിക്ക് ബെറ്റർ ദാൻ ട്രിവാൻഡ്രം സൂ അല്ലേ? സൂ ഇവിടത്തെക്കാട്ടിയും വലിയ സൂ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. പിന്നെ ക്ലൈമറ്റും നല്ല തണുപ്പായതുകൊണ്ട് നടന്നു പോകാൻ ക്ഷീണമില്ല. പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ കുറച്ച് അവിടത്തെക്കാട്ടി ഉണ്ടെന്നോ, കുറച്ച് കൂടുതലുണ്ടോ. ജിറാഫൊക്കെ ഉണ്ടല്ലോ. ജിറാഫ് ഉണ്ട്. അവിടുത്തെ കുറെ മൃഗങ്ങളെ കണ്ടപ്പോ കുറച്ചുകൂടി ആക്റ്റീവ് ഹെൽത്തി ആയിട്ട് ഇതിനകത്തുള്ളത് സൂവിനകത്തുള്ളതിന് കുറച്ചും കൂടി ആക്റ്റീവ് ഹെൽത്തിയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചില മാനിന്റെ കുണ്ടേ കൂടെ കണ്ടിട്ടില്ലേ, ഭയങ്കര ചിലപ്പോഴൊക്കെ കണ്ടു, വ്രണമുള്ള മാനിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. മെയിൻറ്റെയിൻ ആണെന്ന് തോന്നുന്നു. നല്ല വൃത്തിയുള്ള നല്ല പോലെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരുന്നു സൂ അല്ലേ? സൂ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ പോയി ഹോട്ടൽ കാണിച്ചു. നിങ്ങൾ കാണിച്ചു നല്ലൊരു ഹോട്ടലായിരുന്നു. ഹോട്ടലിൽ കഴിഞ്ഞിട്ട് പിന്നെ എയർബിഎൻബിയിലാണ് നമ്മൾ എടുത്തത് അല്ലേ? അത് കങ്കേരി കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. പക്ഷെ ഇത്തിരി ദൂരമായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു റെസ്റ്റോ ബാർ ഉണ്ടായിരുന്നു, ഒരു പബ്ലിക് ക്യൂ എന്നും പറഞ്ഞിട്ട്. പബ്ലിക് അവിടെ നമ്മള് പോയി. ഇല്ല, നമ്മള് വീഡിയോ എടുത്തില്ല, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയത്. അത് അങ്ങനെ പബ് സെറ്റപ്പ് ഒന്നും അല്ല, ഇവിടുത്തെ സാധാ ഒരു റെസ്റ്റോറന്റ് പോലെ തന്നെ. ഇവിടെ അങ്ങനെ ഒരു കുടിയന്മാരുടെ സ്ഥലം എന്നുള്ള രീതിയിൽ വേർതിരിവൊന്നും അല്ല. നമുക്ക് ഒരു പയ്യനാണ് അതൊക്കെ സജസ്റ്റ് ചെയ്തത്. നമ്മൾ അവിടെ വെച്ചിട്ട് റാൻഡം ആയിട്ട് ഒരാളിനെ കണ്ട്, ഒരാളിങ്ങനെ നമ്മള് മുസ്തഫ നമ്മള് ഊബർ എങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ട് ഒരു ബൈക്ക് കൊണ്ട് ചവിട്ടിട്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അവരല്ലേ? അതെ സാർ, സ്കൂൾ ബോയ്സ്. നല്ല കാര്യമായിരുന്നു. മുസ്തഫയാണ് നമുക്ക് ഈ സ്ഥലം പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം തപ്പിയിരിക്കുകയാണ്. അപ്പൊ അവരാണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ ഇന്ന അടുത്ത് ഇതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞു. അഫോർഡബിൾ ആണ്. നമ്മൾ വേറെ ഏതൊരു സ്ഥലത്താ പോവാൻ പ്ലാൻ ചെയ്തു. അടുത്ത് തന്നെ ഉണ്ടല്ലോ, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഊബർ ഒന്നും കിട്ടണില്ല. പക്ഷെ അടുത്ത് നല്ല ഫുഡ്, സൂപ്പർ ഫുഡ് നല്ലതായിരുന്നു. അത്ര പൈസയല്ലോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. വയർ നിറച്ചു നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കൊറേ ഫുഡ് കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു ബില്ല് വന്നില്ല നമുക്ക് മൊത്തത്തില്. പിന്നെ മുസ്തഫ നമ്മളെ സത്യം പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. പിറ്റേന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു ലഞ്ചിന് വേണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്തു. പുള്ളിയുടെ വീട്ടില് വന്നിട്ട് ഫുഡൊക്കെ നമ്മൾ അവരുണ്ട് അറേഞ്ച് ചെയ്യാം. അവരുടെ ഫ്രണ്ട്സ് കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആൾറെഡി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി. അതുപോലെ ഉച്ചവരെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ അന്നത്തെ പരിപാടിയും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു ആൾറെഡി. 3 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അങ്ങനെ നമ്മള് പിറ്റേന്ന് നമ്മള് പോയത് നേരെ നമ്മുടെ പിറ്റേന്നത്തെ പ്ലാൻ ഇതായിരുന്നു, പ്ലേ അരീനയിൽ പോവുക. നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്ലേ അരീന ആയിരുന്നു. പക്ഷെ അതിനെക്കാളും ബെറ്റർ വേറെ എവിടെ ഒരിടത്തുണ്ടെന്ന്. ഗോകാർട്ട് ആദ്യം ലോക്കോ ബിയർ നല്ലൊരു സ്ഥലം എടുത്ത് പറഞ്ഞു. ലോക്കോ ബിയർ ആയിരുന്നു എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ശ്രീകാന്തിന്റെ സജഷനിൽ ശ്രീകാന്തിന്റെ അല്ലേ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ശ്രീകാന്തിന്റെ സജഷൻ തന്നെ രാവിലെ ആയപ്പോ പറഞ്ഞു അതിനെക്കാട്ടി ഇതിനാണ് ആൾക്കാർ പറയുന്നത്. ഗോകാർട്ട് പ്ലേ അരീനയാണ് സൂപ്പർ. അവന്റെ ഫ്രണ്ട് പോയിട്ടുണ്ട്, നല്ലതാണ്. അല്ലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കൊള്ളാന്ന് പറഞ്ഞ് അവിടെ ഉള്ളതാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മറ്റേ ചെറിയൊരു അല്ല എനിക്ക് തോന്നുന്നു അവിടെ പോയി എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ വണ്ടർല ഇതിനെക്കാട്ടി അഫോർഡബിൾ ആയിട്ട് എല്ലാം എൻജോയ് ഭയങ്കര വണ്ടർലേനൊക്കെ അഫോർഡബിൾ ആണ്. ഇവിടെ എല്ലാം കയറുകയാണെങ്കിൽ നല്ല പൈസ ആവും, വണ്ടർലയുടെ ഒരു ഇരട്ടി ആവും. പിന്നെ ഇവിടെ കുറച്ച് പിടിച്ചുപറിയുണ്ട്. യവന്മാരെ ഈ പ്രൈസിങ് പ്ലാൻ തന്നെ അങ്ങനെയാണ്. അതായത് നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ഇപ്പം 600 തുടങ്ങണം, പിന്നെ 1200 അങ്ങനെ പോകും. എന്നിട്ട് യവന്മാർ ഓരോയിടത്തും സ്വൈപ്പ് ചെയ്യണത് ഡിഫറെന്റ് ഒരു ക്യാഷിലായിരിക്കും. അപ്പൊ എങ്ങനെ പോയാലും ഇത് ഫുള്ള് തീർക്കാൻ പറ്റൂല. അല്ല ഒരെണ്ണത്തിൽ കയറണമെങ്കിൽ വീണ്ടും റീചാർജ് ചെയ്തിട്ട് ബാക്കി അതിൽ കിടക്കും. ഒരു 30 രൂപ വ്യത്യാസം വരും. 30 എങ്ങനെയെങ്കിലും ഒരു നമ്പർ അവന്മാർ സെറ്റ് ചെയ്യും അതിൽ.
അത് നമ്മളെ എന്തോ 100 രൂപ എന്തോ ഇപ്പോഴും കാർഡിലുണ്ട്. നമ്മൾ അരുണിന് കൊടുത്തിട്ടുണ്ട്. അരുണിന് കൈയൊക്കെ ശരിയായിട്ട് അവൻ പോകുന്നു പറഞ്ഞു. വീണ്ടും 600 രൂപ ഇട്ടിട്ട് വീണ്ടും അതേപോലെ തിരിച്ചു വരും. എന്തായാലും വീണ്ടും 100 രൂപ നമ്മളെ തന്നെ തിരിച്ചു വരും. പിന്നീട് പോകുമ്പോ വാങ്ങിക്കാം. എനിക്കൊന്നും 200 രൂപ വരാൻ ചാൻസ് ഉണ്ട് സത്യം. എല്ലാം കൂടെ ബാലൻസ്. കാരണം ഗോകാട്ട് ചെയ്യണമെങ്കിൽ നല്ല പൈസ. എത്ര രൂപയുടെ ഒരു 490 അല്ല 699 899 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കര ചെറിയ ട്രാക്ക്. ഒരെണ്ണം സ്പീഡ് കൂടിയ സ്പീഡ് കുറഞ്ഞത്, അങ്ങനെയാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ അത് ട്രാക്കിന്റെ ഇത് കുറവല്ലേ, ഭയങ്കര ചെറുതാ. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ട് ഒരു ഗോകാർട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പം തോന്നുന്നു. പിന്നെ അതൊരു കാർണിവൽ പോലത്തെ ഒരു പ്ലേസ് ആണ്. എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. മറ്റേ വളയറിയൽ ഡക്ക് മുച്ചീട്ടുകളിയുണ്ട്, വളരെയുണ്ട്, എല്ലാം ഉണ്ട്. കുലികുത്തുണ്ട്, വെടിവെപ്പുണ്ട്. അല്ല എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞു വന്നേലെന്നും പറഞ്ഞിട്ട് നമ്മൾ ഗോകാട്ടിങ്ങിന് പോയി. അപ്പോഴത്തേക്കും അടുത്ത സ്ലോട്ട് നമുക്ക് ഉണ്ടായിരുന്നത് 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. വീണ്ടും 2.5 മണിക്കൂർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അതിന് പോവാത്ത. 6:30 കണ്ടാണ് അടുത്ത സ്ലോട്ട്. മൊത്തത്തിലൊരു ഭയങ്കര പൈസ, ഭയങ്കര എന്ന് വെച്ചാൽ കൊള്ള പൈസ എന്ന് പറയുന്നത് അതേപോലെയായിരുന്നു. ഇതിനെ ഫണ്ടൂറൊക്കെ പോയി കഴിഞ്ഞാലേ അങ്ങ് ആറാണ്. ഫണ്ടൂറിൽ ഇത്രയും പൈസ ഇല്ല. അല്ല ഇത് ഇപ്പൊ ഒരു അവിടേക്ക് ഉള്ളവരെ കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അവരുടെ കീറിപ്പോകും, പോക്കറ്റ് കീറിപ്പോകും. കാരണം ഒരാൾക്ക് തന്നെ ഇത്രയും നമ്മള് മറ്റേ ഒരു വളരെ 130 പിള്ളേരാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേ എന്തായാലും അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ അതിന് മാത്രമുള്ള സാധനം അതിന്റെ അകത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര വളരെ പോട്ടെ. അവന്റെ താറാവിന് 130 രൂപ കൊടുത്ത് നമ്മള് താറാവിന്റെ ഗെയിം കളിച്ച്. നിങ്ങൾ കണ്ടാന്ന് അറിഞ്ഞു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണണം. നമ്മളിവിടെ കൊടുത്തേക്കല്ലേ, അതിന്റെ ലിങ്ക് കൊടുത്തേക്ക്. അത് നല്ല രസമാണ്. അത് ഒരു താറാവിനെ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് 130 രൂപയാണ് 5 താറാവിനെ എടുക്കാൻ. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇങ്ങനെ നമ്മളിങ്ങനെ കൊളുത്തൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കില്ല, അതുപോലെ ഇങ്ങനെ കോൺസെൻട്രേഷൻ വേണ്ട കളിയാണ്. ഇതൊരു നേരം മാഗ്നറ്റ് വെച്ചിട്ട് അതിന്റെ അടിയിൽ എന്തോ റെഡ് ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രൈസ് കിട്ടും. ആ സംഭവം പക്ഷെ ഒരെണ്ണമെങ്കിലും കിട്ടണമായിരുന്നു. ഇത് മൊത്തത്തിൽ ഒന്നും കിട്ടി. എത്ര എണ്ണം ഉണ്ട് അതിന്റെ അകത്ത്? എന്നിട്ട് 5 എണ്ണം എടുക്കാൻ പാടുള്ളൂ. അതെന്തൊരു തേപ്പ് അല്ലേ? അത് ഭയങ്കര മോശം. നമ്മൾ കുറച്ച് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-15 ഗെയിം അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റൂ. നമ്മള് കളിച്ചത് മറ്റേ വോൾ ക്ലൈംബിംഗ് ആദ്യം ചെയ്ത്, രണ്ടാമത് നിനക്ക് മറ്റേ ഐസ്ക്രീം. അതിലായിരുന്നു അവന്റെ മന്ത്രം. എനിക്ക് മറ്റേ ആഗ്നോസ്റ്റിക് മെന്റാലിറ്റി ഇപ്പൊ മാറിയിട്ട് ഞാനൊരു ഒരു ഫെയ്ത്തിലോട്ട് ബിലീവർ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇൻക്ലിനേഷൻ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച പുതിയൊരു ഏലസും ഇതൊക്കെ ജപിച്ചോണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഓക്കെയാണ്. ഒരു ഓൺ ദ സ്പോട്ട്, വലിയ സമയമൊന്നും എടുത്തില്ല. ഇവൻ നമ്മൾ നിർബന്ധിച്ച് ടർക്കിഷ് ഐസ്ക്രീം അല്ലേ, ടർക്കിഷ് ഐസ്ക്രീം കളിപ്പിച്ച്. അപ്പൊ അവരിത് കൊടുക്കൂലല്ലോ. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പോ എന്തോ ഒരു മന്ത്രം ചൊല്ലി പാവപ്പെട്ടവന്റെ ഒരു കാർട്ടൺ ഐസ്ക്രീം. അത് സാധാ ഐസ്ക്രീം അല്ല, കുറച്ചും കൂടി ഇലാസ്റ്റിക് ഉള്ള ഐസ്ക്രീമാണ്. അപ്പൊ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും ഒബിയസ്ലി. ആ ഒരു സാധനം ഫുള്ള് പോയി അങ്ങനെ മുഖമൊക്കെ കാണുന്ന. അല്ല ഇത് ആക്ച്വലി നമ്മള് ഒരു വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഓടിപ്പോയ കോണ് വരെ ചിലപ്പോ ഇങ്ങനെ പൊട്ടിച്ചളയും ആൾക്കാര് ദേശത്തിന്റെ പുറത്ത്. അതെ, ചീത്ത വിളിക്കതൊക്കെ. ഇത് ആദ്യമായിട്ടായിരിക്കും തുർക്കിക്കാരുടെ. അതല്ല, അങ്ങേര് ഇത്രയും വലിയൊരു സാധനം എടുത്തു പൊക്കിയില്ലേ ഇങ്ങനെ വെച്ച് ബാലൻസ് അങ്ങ് പോയിട്ട് ബ്ലൂം. അത് വീഡിയോ കിട്ടിയില്ല അല്ലേ? തറയിൽ വീണ വീഡിയോ കിട്ടിയില്ല. ഞാനാണെങ്കിൽ അപ്പൊ സ്റ്റക്ക് ആയി പോയി. ഇത് എന്തിനു ട്രിക്കാണോ ഇനി? അതിൽ അണഞ്ഞ് കോൺഫിഡൻസ്. അത് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തോണ്ടിരിക്കണം. പിന്നെ വീഡിയോ ഉണ്ട് എടുക്കുകയില്ല. പിന്നെ വീഡിയോ കുഴപ്പമൊന്നുമില്ല. അല്ല, പുള്ളി വീഡിയോക്ക് വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കാണിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോഴായിരിക്കും കയ്യിൽ നിന്ന് പോയത്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു. ഇനി ഞാൻ ഇവനധികം ഒന്നും പറയൂല. അത് ഞാൻ ഓർപ്പിച്ചു. ഞാൻ ഓട്ട മത്സരം തോറ്റാൽ ഇതൊക്കെയാണ് കാരണം. അത് മറക്കരുത്. അതിന് പകരം നമ്മള് വേറെ ഐസ്ക്രീം വാങ്ങി തിന്നു. പുള്ളിക്കാരൻ 4 ഐസ്ക്രീം വാങ്ങിച്ചു. ഇതേപോലെ എന്നും 30 ദിവസം പോയാലേ അങ്ങേർക്ക് അത് മുതലാവും. കാര്യം ആ ഒരു ഐസ്ക്രീമിൽ അങ്ങനെ 10-50 എണ്ണം ഉണ്ടാക്കും. 50 10-60 എണ്ണം ഉണ്ടാക്കാനുള്ള ഐസ്ക്രീമാണ് താഴെ പോയത്. പിന്നെ ക്യാമറയുടെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് എടുക്കാനും പറ്റില്ല. പുള്ളി അത് ഡംപ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ കഴിവെങ്കിലും എടുത്തിട്ട് ഇത് ഭയങ്കര കട്ടിയുള്ള സാധനമാണ്. മറ്റേ നമ്മുടെ അതുപോലത്തെ പരിപാടിയല്ല. അല്ലല്ല,
വേണമെങ്കിൽ ചിലപ്പോ കയ്യിലേക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകില്ലെന്നോ. പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇല്ല പെട്ടെന്ന് അലിയേ ഇല്ല. അത് റബ്ബർ പോലത്തെ ഒരു സാധനം, എലാസ്റ്റിക് ആണ് കുറച്ചും കൂടി, ഇങ്ങനെ പിടിച്ചു പിടിച്ച് നിൽക്കും, അങ്ങനത്തെ ഒരു സാധനം. അങ്ങനത്തെ ഒരു സാധനം. രണ്ടാമത് നമ്മൾ ചെയ്ത അതായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഉത്സവപ്പറമ്പിലുള്ള സാധനങ്ങൾ കുറച്ച് try ചെയ്തു. ബോട്ടിൽ പിടിക്കുന്നത്, ബോട്ടിൽ പിടി, വളയെറിയല്, അത് നല്ല രസമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നല്ലത് അതായിരുന്നു. അതായത് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ തടിയിലെ ബോട്ടിൽ വീഴും, നമ്മളത് പിടിക്കണം. നമ്മളുടെ റിഫ്ലെക്സ് ആണ് നോക്കണം. പിന്നെ വലിയ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു 330 തന്നെയാണ്. ഒരാൾക്ക് 330 എന്നുള്ളൊരു 130 അവരുടെ ബേസ് റേറ്റ് എന്ന് തോന്നുന്നു. വലിയ ഗെയിംസ് ഈ ഷൂട്ടിങ്, അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ 490. പക്ഷെ അത് നല്ല രസമുണ്ട് ഷൂട്ടിങ്. അവിടെ പ്ലേസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. കുറച്ചുകൂടെ നമ്മളെ മറ്റേ ഇവിടത്തെ കാർണിവൽ പോലത്തെ മറ്റേ ബലൂൺ പൊട്ടിക്കൽ പരിപാടിയല്ല, അല്ലാണ്ട് പ്രോപ്പർ ഒരു ഷൂട്ടിംഗ് സാധനം. പിന്നെ മറ്റേ ഡാൻസിങ് ഒക്കെ ഉണ്ട്, മറ്റേ കളർ അനുസരിച്ചുള്ള ലേസർ അതൊക്കെ നല്ല രസമാണ്. നമ്മൾ 5 പേരൂടെ കയറി കഴിഞ്ഞാൽ കേറിപ്പോകും. പിന്നെ നമ്മൾ ബൗളിംഗ് നോക്കി, ബൗളിംഗ് ചെയ്യാന്ന് ഭയങ്കര ബൗളിംഗ് ചെറുത്, ബൗളിംഗും കുഞ്ഞ് ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്ര ബൗളിംഗ് ഇവിടത്തെ എന്ത് ഭേദം ലുല്ലുല്. അല്ല ഇവിടുത്തെ ബൗളിംഗ് വലുത്. ആ പ്ലേയറിനെക്കാട്ടി ലുല്ലു ഫണ്ടൂറാണ് നല്ല സാധനവും അഫോർഡബിൾ. നമ്മൾ ഇവിടെ കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇവിടത്തെ പ്ലേയറിനല്ല എതിരെ ഫണ്ടൂറയില് നല്ല പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ആരോടെങ്കിലും ഈ പ്ലെയറിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്പൊ തന്നെ. എന്നിട്ട് നിങ്ങള് ലോക്കോ ബെയറിൽ പോകും. അവിടെ നമ്മൾ പോയിട്ടില്ല. വേറൊരു ഇതും പറഞ്ഞായിരുന്നു, വേറൊരു ഇടത്ത് നല്ല ഗോ കാർട്ടിങ് നല്ലതാണെന്ന്. അതെന്തോ പ്രൊഫഷണൽ സ്ഥലം കൊണ്ടുവന്നു, ചെറിയ വലിയ ഏരിയ. നമുക്ക് അടുത്ത ട്രിപ്പിൽ സെറ്റ് ചെയ്യാം. എന്നാലും അത് സംഭവം പ്ലെയറിനിൽ പോയത് വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫീഡ്ബാക്ക് നമുക്കും ആ സമയത്ത് നല്ലതായിരുന്നു, രസമായിരുന്നു. മല കയറിയതൊക്കെ. പക്ഷെ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. നീ ക്യാമറ വെച്ചത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് യവന്മാരെ മണ്ടയിലാണ് ക്യാമറ ഇരിക്കുന്നത്. അത് ഇവര് സംസാരിക്കുമ്പോ അങ്ങോട്ട് തിരിയണ്ടേ? അത് നീ അവിടെ സംസാരം ബാക്ക്ഗ്രൗണ്ടിലല്ലേ ഇറങ്ങി. ഞാൻ ഒരിടത്ത് ഞാൻ ചവിട്ടിയിട്ട് അത് പൊട്ടണുണ്ടേ, ഞാൻ നോക്കി അത് എവിടെ കാണാനില്ല, എവിടെ എടുത്തിട്ടില്ല. അപ്പൊ മനസ്സിലായില്ല ആ സാധനം ഇല്ല, അത് കിട്ടിയില്ല. അതുപോലെ ഫസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ കയറുമ്പോഴും ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊന്നും കിട്ടിയിട്ടില്ല. അവിടെ പകുതി എത്തുമ്പോഴത്തേക്കും തിരിക്കും. പ്രോപ്പറായിട്ട് തോറ്റൊരെണ്ണം കിട്ടിയിട്ടുണ്ട്, അത് മതി. അത് തോറ്റല്ല, ഞാൻ അത് വിട്ടുകൊടുത്തതാണ്. പാസം എന്താ ഈ വിട്ടുകൊടുക്കണ ഇത്തിരി കൂടുന്നുണ്ട്. ഈ ഇടയിൽ വിട്ടുകൊടുപ്പ് എന്ത് ചെയ്യാൻ, ഇത്തിരി വിശാല മനസ്കനായി പോയി. സ്വന്തം കൂട്ടുകാരന് വേണ്ടി കടുപ്പ് കൊടുത്ത. പക്ഷെ മൊത്തത്തില് അവിടെ രസമായിരുന്നു. അത് പോയത് മോശമൊന്നുമല്ല, രസമായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യമുള്ളൂ, വേറെ കുഴപ്പമൊന്നും. അതിനുശേഷം പിന്നെ നമ്മള് റൂമിൽ പോയിട്ട് പിന്നെ ചർച്ച് സ്ട്രീറ്റിൽ പോയി. രാത്രി നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. സ്ട്രീറ്റ് ഈസ് വെരി ഭയങ്കര അല്ല കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മളിവിടെ ഇതേപോലത്തെ ഒരു ഇങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല വൈബുള്ള സ്ഥലം കാണാൻ പറ്റില്ല അല്ലേ? മാനവീയം വീതിയൊക്കെ എത്തൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒന്നും വരില്ല. ഞാൻ അവിടെ പോയപ്പോൾ ഐ ഡോണ്ട് ബിലോങ് ദേർ എന്നുള്ള ഫീൽ എനിക്ക് തോന്നി. കാര്യം ഞാൻ അതിനുവേണ്ടി ഡ്രസ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ അവിടെ ചെന്നപ്പോ എനിക്ക് തോന്നി അവിടെ അത്രയും ഇതായിട്ടാണ് ആൾക്കാർ ഞാൻ ആലോചിച്ചു നമ്മളൊക്കെ എന്ത് വിചാരിക്കണം. ആൾക്കാർ നല്ല രസമായിട്ടാണ് പറഞ്ഞത്. അവിടെ ഒരുപാട് യങ് ക്രൗഡ്. അതാ. പിന്നെ ആ ഏരിയയിൽ ഈ സാധനങ്ങള് ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതും ഒരു വൈബിനനുസരിച്ചുള്ള ഷോപ്സാ. അനിമേ കാർട്ടൂണിന്റെ സംഭവങ്ങൾ, പിന്നെ കുറെ ബുക്സിന്റെ പോസ്റ്റേഴ്സ്, അത് നല്ല രസമുണ്ട്. ഇത് ലോഗൊക്കെ എടുത്ത സ്ഥലം മറ്റേ ഇത് കല്യാണി അല്ല, ആ ഒരു വൈബ് കിട്ടും. അവര് നടന്നു പോണേക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫ്രെയിം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോ ഒരു ഇന്ത്യ പോലെ തോന്നൂല. ആ ഒരു നടക്കണ ഒരു സാധനമൊക്കെ പിന്നെ അവര് ഡ്രസ്സിങ്ങും ആൾക്കാരുടെ അങ്ങനെയാണോ? അപ്പടിയാ ഇവരെ തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ട് തോന്നിയില്ലല്ലോ. ഞാൻ പറയണത് വേറൊരു സ്ഥലത്ത് പോലെ തോന്നി. അതെ, വെൽ ഡ്രസ്ഡ് ആയിട്ട് തോന്നാതിരിക്കാനും മാത്രം അത്ര ബുദ്ധിമുട്ട് തോന്നിയോ?
നമ്മള് വെൽ ഡ്രസ്ഡ് അല്ലായിരുന്നു. അങ്ങനെ തോന്നി, എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല, അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അതെ നീ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ തോന്നി. ശരിയാണല്ലോ, വളരെ മോശമായി. നമ്മളെ ഹോംലെസ് പോലെയാണ് നടന്നത്. പക്ഷെ നല്ലൊരു സ്ഥലം, നമുക്കൊരു നൈറ്റ് ലൈഫ് ഒക്കെ പറ്റിയൊരു സ്ഥലം. ഭയങ്കര ഭയങ്കര ക്രൗഡ്, റിച്ച് ഫീല്, കാറും ഒരു ഫുൾ റിച്ച് വൈബ്, ഹാപ്പനിങ് പ്ലേസ്, ഒരു മോഡേൺ ചാല പോലത്തെ ഒരു സാധനം. അത് കൊള്ളാം, ഇടിച്ച് താഴ്ത്താൻ പറ്റും. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അഖിൽദാസ് പറഞ്ഞു, നിങ്ങള് ഇവിടെ വരികയാണെങ്കിൽ ശനി ഞായറൊക്കെ വരികയാണെങ്കിൽ എന്നെ കൂടെ വിളിക്കൂ. നമ്മൾ പറഞ്ഞ് അവിടെ നമുക്ക് വരാം, അടുത്ത് ഇത് എളുപ്പമല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടി വരാം, ഇത്തവണ ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല, ഒന്നുകൂടെ വരാന്ന് പറഞ്ഞപ്പം ശനി ഞായറും ആണെങ്കിൽ ഞാൻ വരാം. എന്റെ ഷെയർ. അല്ല, വരാനൊന്നും ഒരു പാടുമില്ല. ഒരു രാത്രി കയറി കിടന്നൊന്നും ഉറങ്ങിയാൽ രാവിലെ അവിടെ. അല്ല, ഇവിടുന്ന് പോവാൻ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ട്രെയിൻ കയറാം, അല്ലെങ്കിൽ ബസ് കയറാം, ഫ്ലൈറ്റ്. ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ രാത്രി കയറി കിടന്നൊന്നും ഉറങ്ങിയാൽ മതി. ഹൈദരാബാദ് ഒക്കെ പോണെങ്കിൽ ഒരു ദിവസം എടുക്കും. അല്ല, ഇപ്പൊ കൊച്ചിന്നാണെങ്കിൽ മറ്റേ വന്ദേ ഭാരത് പുതിയ വന്ദേ ഭാരത് അതാണെങ്കിൽ കൊച്ചി ടു ബാംഗ്ലൂർ അത് കൊള്ളാമല്ലോ. അത് കൊള്ളാം. കിട്ടാൻ പാടായിരിക്കും അല്ലേ? ടിക്കറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും. വന്ദേ ഭാരത് പൊതുവെ കിട്ടും, കുറച്ചിട്ട് കിട്ടും. അത് പോവാം. അങ്ങനെ അതായിരുന്നു നമ്മൾ അന്ന് രാത്രി. അത് കഴിഞ്ഞ് നമ്മളൊരു ബ്രൂവറിയിൽ പോയായിരുന്നു. വീഡിയോ എടുത്തില്ല. ബ്രൂവറി നല്ലതായിരുന്നു. അതെ, അതും ചെരുപ്പ്. അതായിരുന്നു ബ്രൂവറിയിൽ പോയതായിരുന്നു സൂപ്പർ. ഞാൻ ദാസ് ചേട്ടൻ മറ്റേ ചപ്പൽ ഇട്ടോണ്ട് വന്ന്, ഞാൻ ക്രോക്സ് ആയിരുന്നു. അത് രണ്ടും സത്യം പറഞ്ഞ പോട്ടെന്ന് വിചാരിക്കാം. വരും ബിനു ഒരു സാധനം ഇട്ടിട്ട് വന്നായിരുന്നു. അതായത് മാർവലാണ് ആദ്യം ഇടാൻ പോയത്. പിന്നെ അത് ഒരു നിക്കർ, ഒരു സ്പോർട്സ് നിക്കറൊക്കെ ഇട്ട്, ഒരു പോളിസ്റ്റർ നിക്കറൊക്കെ ഇട്ട് തൊടയെ കാണിച്ച് പോവാം, ഞാൻ റെഡിയാണ്. എന്നിട്ട് എവന് എവിടെ വേണമെങ്കിലും നിക്കർ വേണം. ഫസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ് നിക്കറിന്. അല്ല, എനിക്ക് മറ്റേ ഷൂസ് ഇടാൻ വയ്യ, ചപ്പലിട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ എന്നിട്ട് യവന് നമ്മൾ എന്തോ താറ്റി, യവന് ഭയങ്കര താറ്റി കൊടുത്താണ് യവനെ ഷോർട്സ് മാറ്റി ജീൻസ്. അപ്പൊ പിന്നെ ഷൂസ് ഇടുമല്ലോ, ഷൂസ് ഇട്ടു. അങ്ങനെ അബദ്ധത്തിൽ ഇട്ടാണ് ഷൂസ്. എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നപ്പോ അവിടെ എവിടെ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഡാൻസ് ഒക്കെ കളിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. താഴോട്ട് നോക്കിയവര്, താഴോട്ട് നോക്കിയിട്ട് ചപ്പൽ ആൻഡ് ക്രോക്സ് നോട്ട് അലൗഡ്. ചപ്പൽ ചപ്പൽസ് നോട്ട് അലൗഡ്. ലൂണാർ സാൻഡൽസ് ഇങ്ങനെയാണോ പറഞ്ഞത്? സാൻഡൽസ് ആൻഡ് ക്രോക്സ് നോട്ട്. ചപ്പൽ ചപ്പലെന്നോ ചപ്രിയെന്നോളോ അവര് പറഞ്ഞ. അപ്പോഴാണ് എനിക്ക് ആ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇത് വന്നത്. അല്ല, ഇവനാണെങ്കിൽ അവിടെ പോലും കേട്ടില്ലേ. അയ്യോ, നിക്കറായിരുന്നെങ്കിൽ ഞാൻ ഡോറ് പോലും തുറക്കൂല. നിക്കറിട്ടപ്പോ തന്നെ നമ്മൾ പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പ്രശ്നമില്ല, നീ വന്നോ, ഗേറ്റിന്റെ അവിടെ നമ്മൾ ബിയർ എത്തിക്കാന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഇവൻ ഉടനെ മണ്ടയിലെടുത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് ഒത്തിരി ഫ്രീ ആയിട്ട് ചെരുപ്പൊക്കെ ഇട്ട് സുഖമായിട്ടൊക്കെ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ സമ്മതിക്കത്തില്ല ഗൈസ്, ഇങ്ങനെയാണ്. ക്രോക്സ് കേട്ടായിരുന്നു. പിന്നെ നീ കൂട്ടത്തില് വലിയ ക്യാമറ, ഇവന് കൂട്ടത്തില് ക്യാമറ എവനാണ്, അതുകൊണ്ട് എന്നെ ക്യാച്ചാണ്. വിനു പറഞ്ഞേ ഇവര് രണ്ടുപേരും ഇവിടെ നിക്കട്ടെ, എന്നൊക്കെ വിനു പറഞ്ഞായിരുന്നു. നമുക്ക് കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അടുത്ത ദിവസം പോകാൻ പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അഖിൽദാസ് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. 10 മിനിറ്റ് അവിടെ ചെന്നിരുന്നപ്പോ കഴിഞ്ഞപ്പോ അഖിൽദാസിന്റെ മൂഡ് മാറി. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞായറാഴ്ച രാത്രി തിരിച്ചു വരണം. പക്ഷെ ഇതൊക്കെ കണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അഖിൽദാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓപ്ഷനല്ലേ പറഞ്ഞ എക്സ്റ്റെൻഡ് ചെയ്യാം, തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമല്ലോ. ശ്രീകാന്ത് വരുന്നില്ല, ഞാൻ അവിടെ നിന്ന് അപ്പോഴും വേണം. നമ്മൾ 3 പേരല്ലേ ഉള്ളു. നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തിരിക്കുന്നു. അതല്ല, ഇവിടെ വന്നിട്ട് അങ്ങനെ അത്യാവശ്യം ഇല്ലല്ലോ. നമ്മൾ 2-3 വീഡിയോ കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാമല്ലോ.
അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിറ്റേന്ന് രാവിലെ മണ്ണിലോടെ അലിഞ്ഞു മൂഡ് പോയി. അല്ല അതിനുശേഷം നമ്മള് മറ്റേ ഇവിടെ പോയ ബിരിയാണി രാത്രി നമ്മൾ അതിനുശേഷം 1 മണിക്ക് എന്തോ ആണ് 12:30 1 മണിക്കാണ് മേഘന ബിരിയാണി പോയത്. മേഘന ബിരിയാണി ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ അത് 2 പേർക്ക് കഴിക്കാം. പക്ഷെ കരാമ ബിരിയാണി 2 എണ്ണമാണ്. കരാമെന്നാണെന്ന് തോന്നുന്നു അറിഞ്ഞൂടെ. പക്ഷെ മേഘന ബിരിയാണി കൊള്ളാം കേട്ടോ. അവര് വന്ന് സെർവ് ഒക്കെ ചെയ്ത് അവര് തന്നെ കോരിട്ട് പിന്നെ കൈ കഴുകാൻ മറ്റേ സാധനമൊക്കെ കൊണ്ടുവന്നു. അത് ഫസ്റ്റ് ടൈം ഞാൻ ഒരു നാരങ്ങയിട്ട വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുത്തതായിരുന്നു. അത് കൊള്ളായിരുന്നു. പക്ഷെ നമ്മളെ ബിരിയാണി പോലെ അല്ല, അതൊരു ഗ്രേവി മേളിൽ വെച്ചിട്ടുള്ള ഒരു സാധനം. റൈസും ഇതും സെപ്പറേറ്റ്. റൈസ് ഒരു അഫ്ഗാൻ റൈസ് നമ്മളെ ഒരു ഹൈദരാബാദി സ്റ്റൈലും കറി വേറൊരു സ്റ്റൈലും. കറി ചിക്കൻ ബിരിയാണിയുടെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ചു പേർക്ക് ഇഷ്ടമല്ല. കുറെ പേർക്ക് ഈ ദമ്മായിട്ട് തന്നെ വരണം. റൈസും ഇത് ഒരുമിച്ചിട്ടുണ്ടാക്കുന്നതാണ് കുറെ പേർക്ക് ഇഷ്ടം. ഫ്ലേവർ ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് വരണം. പക്ഷെ കരാമേക്കാളും ബെറ്റർ ആയിരുന്നു. കരാമ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അത് കോർണർ ഹൗസിൽ പോകണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇവര് അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. ഇവരെ അത് ഓർമ്മിപ്പിച്ചില്ല. ഞാൻ ഓർമ്മിപ്പിച്ച് ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിച്ചു. പക്ഷെ ഓർമ്മിച്ച് ബെന്നാർകട്ടയിൽ വെച്ച് ഓർമ്മിപ്പിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ഇതേപോലെ ഏതോ റിമോട്ട് ഏരിയാസില് അവിടെ എത്തുമ്പോഴേ അത് പറയണം. അല്ല, നമുക്ക് കുറെ സാധനങ്ങൾ മിസ്സായി. സത്യം പറയാം, നമ്മള് കോറമംഗലേ പോകാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ നമ്മള് 1-2 ബ്രൂവറിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല. അയൺ ഹില്ലോ ബിഗ് ബ്രൂസ്ക്കോ അങ്ങനെയൊക്കെ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. നമ്മളിത് പോകാൻ വേണ്ടി അടുത്ത ഒരു തവണ പിന്നെ അരുണും അവിടെ ഉണ്ടല്ലോ. പോകാൻ ഇനിയും സാധ്യതകളുണ്ട്. അരുൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇനി അവൻ അഭിനയിക്കാനാണ് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അരുണിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണ് മെട്രോയിൽ കയറണം ആദ്യമായിട്ട്. നമ്മൾ മെട്രോ കയറിയപ്പോഴാണ് ആദ്യമായിട്ട് മെട്രോ കയറുന്നത്. നമ്മൾ ഇവിടെ കൊണ്ടുപോയപ്പോഴാണ് ആദ്യമായിട്ട് സ്ഥലം കാണുന്നത്. പാവം അല്ലേ, അവന് നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായാ മതി. അല്ല, അരുണിന്റെ ആക്ടിങ് ആയിരിക്കും. അരുണിന്റെ എവിടെ നിന്ന് പോയിട്ട് ഇതൊക്കെ അവിടെ നിന്ന് കേക്ക് കയറി അരുണിന്റെ ആക്ടിങ് ആയിരിക്കും. ആക്ടിങ് ആണെന്ന് തോന്നുന്നു. അല്ലല്ലേ, അരുൺ എല്ലാ സ്ഥലവും പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അവന് ട്രൈ ചെയ്യാനെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ അതായിരുന്നു നമ്മളുടെ സെക്കൻഡ് ഡേ. നല്ല രസമായിരുന്നു. സെക്കൻഡ് ഡേ നല്ല രസമായിരുന്നു. പിന്നെ തേർഡ് ഡേ നമ്മള് കബേൺ പാർക്കിൽ നമ്മുടെ മീറ്റപ്പ് ആയിരുന്നു. സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള മീറ്റപ്പ് ആയിരുന്നു. കബേൺ പാർക്കിനെ കുറിച്ച് ആദ്യം പറയാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു പിക്നിക് വൈബുള്ള സ്ഥലമുണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതൊക്കെ വിരിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അത് കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ പോയ ഞായറാഴ്ചയായിരുന്നു. അന്ന് പെറ്റ്സിനെ നമ്മൾ പണ്ടൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു പിക്നിക് അതിന് പറ്റിയൊരു സ്ഥലം. ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല. ഇവിടെ ഉള്ളത് മ്യൂസിയം ചെറുതാണ്. അല്ലടാ, അത് ആൾക്കാരില്ലാത്തോണ്ടല്ലോടാ. ഇവിടെയും പാർക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ വരും. അല്ല, ഞാൻ പറഞ്ഞു ഇത്രയും വാസ്റ്റ് ഏരിയയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ടം തെറ്റിപ്പ്. മറ്റേ ഇത്രയും ഏരിയയിലുള്ള ആൾക്കാർ അവിടെ വരുമോ? തിരുവനന്തപുരത്തെ വരൂടാ. ഇതൊക്കെ ആൾക്കാർ ഇനി ഒരു ഫ്രീ ഡേ കിട്ടിയപ്പോ എല്ലാരും കൂടെ ഇറങ്ങി, മറ്റേ പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങി. ഭയങ്കര അത് വേറെ ഒരു ഫീസ് ഇല്ല, അത് വേറെ ഒരു എൻട്രി ഫീസ് ഇല്ല. പിന്നെ ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ക്ലീൻ ആണ്. അലൗഡ് അല്ലെന്ന് തോന്നണം അല്ലേ, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഫുഡ് കഴിക്കുന്നവരുണ്ട്. ഇത്തിരി ക്ലീൻ ചെയ്തിട്ടാണ് പോണത്. ഞാൻ ശ്രദ്ധിച്ച മിക്കവരും അവിടുന്ന് പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് കൊണ്ട് കളയും. പിന്നെ അതുപോലെ തന്നെ പട്ടി വന്നാലും അപ്പിട്ട് കഴിഞ്ഞാൽ അവര് ഡോഗ് വാക്കിംഗ് അവരുടെ പെറ്റിനുമായിട്ട് കൊണ്ടുപോകണം. അതൊക്കെ നല്ല രസം. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു സംഭവം അങ്ങനെ കാണാറില്ല. ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ ഒരു കൾച്ചറും ഇല്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതെ, അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പാണ് സ്റ്റോറി ഇട്ടത്. തലേന്നാണ് സ്റ്റോറി ഇട്ടത്. സ്റ്റോറിയും കമ്മ്യൂണിറ്റി പോസ്റ്റും ഇട്ടായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് ബാംഗ്ലൂർ ഉണ്ടോ എന്ന് പറഞ്ഞു. അവർക്ക് ആ സ്റ്റോറിയും കമ്മ്യൂണിറ്റി പോസ്റ്റും ഇതങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനെ കുറച്ചു പേർക്ക് എത്തിയില്ല. കാരണം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴാണ് അവർ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അവർ ചോദിക്കണം. അവര് ചോദിക്കുമ്പോഴേ നമ്മള് 2 ദിവസം മുമ്പ് തിരുവനന്തപുരം ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. പക്ഷെ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ
ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരുമെന്നും പ്രതീക്ഷിച്ചില്ല. കുറച്ച് ആകെ 3-4 പേര് അല്ല ഇത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാര്യം സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമല്ല. ഈ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ അവർ ഇത്രയും സമയം നമുക്ക് അവര് ജോലിയൊക്കെ അല്ല അവര് റിലാക്സ് ചെയ്യുന്ന ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ട് ഭയങ്കര ഒരു കാര്യം. നല്ല എക്സ്പീരിയൻസ്. ഒരു 15 ഒരു 12 14 പേരോ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 3-4 പേരൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പം നമ്മൾ അങ്ങനെ വലിയ പ്ലാൻ ചെയ്തില്ല. ഒരു 3-4 പേരാകുമ്പോഴത്തേക്ക് എളുപ്പമില്ലേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് ഹായ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംസാരിക്കും. പ്രതീക്ഷിച്ചെന്ന് ചെന്നൈയിലുള്ളത് പോലെയായിരുന്നു. ചെന്നൈയിൽ നമ്മൾ ഇത് കണക്ക് സ്റ്റോറി എന്തോ ഇട്ടിട്ടുണ്ട്. നമ്മള് മറ്റേ മഹാബലിപുരത്ത് വരെന്ന് പറഞ്ഞു. അത് ഒരാളും 1-2 പേര് മെസ്സേജ് അയച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് അതിൽ ഒരാളാണ് വന്നത്. വന്നിട്ട് നമ്മളെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി പോയത്. അപ്പൊ അതേപോലത്തെ ഒരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നു. കുറച്ച് പേരൊക്കെ വിളിച്ചു ചോദിക്കുന്നു എവിടെ നിൽക്കുന്നു, എന്നെ ഏത് സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആളെണ്ണം കൂടി വന്നപ്പോഴത്തേക്കും നമ്മള് ചെറുതായിട്ടൊന്ന് ടെൻഷനായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളാ സത്യം പറഞ്ഞ മീറ്റപ്പ് നമ്മളൊരു സർക്കാസ്റ്റിക്കലി ആണ് നമ്മള് മീറ്റപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞ് ആദ്യം ഇൻട്രോ ഒക്കെ കൊടുത്ത് മീറ്റപ്പ് നടത്താൻ പോകുന്നു എന്നൊക്കെ ബാംഗ്ലൂരിൽ ആദ്യം കാണുന്നത് അങ്ങനെയൊക്കെ ഒരു സർക്കാസ്റ്റിക്കലി പറഞ്ഞു. പക്ഷെ അതൊരു മീറ്റപ്പ് പോലെ ആയി. പക്ഷെ എനിക്ക് അങ്ങനെ സർക്കാസ്റ്റായിട്ട് തോന്നിയില്ലടാ. സർക്കാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശവും ഭയങ്കര വലുതാക്കി പറഞ്ഞല്ലോ. അത്രയും വലുതായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ബിൽഡപ്പ് ആയിരുന്നില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോ ഇത്ര ആൾക്കാർ വന്ന് ഭയങ്കര സംഭവം. അവര് ഇത്രയും ഭയങ്കര അവര് നമ്മള് സംസാരിക്കുമ്പോഴും അവര് എന്തോ അവരുടെ ഒരു മെമ്പറിനെ പോലെയാണ്, കുടുംബത്തിൽ ഒരാളിനെ പോലെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അവര് നമ്മളെ ഒരു ഫ്രണ്ട്സ് പോലെയാണ് അവര് നമ്മളെ ട്രീറ്റ് ചെയ്യണതും. ഭയങ്കര കണക്ഷൻ ഉണ്ട് അവർക്ക്, ഭയങ്കര സ്നേഹം. ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മളെ പോലെ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ആണ്. നമ്മുടെ ആ ഒരു നമുക്കിപ്പം സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇടപഴകാനൊക്കെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് മനസ്സിലായി, കണക്ട് ആയി. അത് അവരും അങ്ങനെയാണ്. അത് ഏകദേശം നമ്മള് മീറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഇത്തിരി ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാ. ഫസ്റ്റ് കണ്ടത് രാഘവനായിരുന്നു. രാഘവ് ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാനില്ല. മറ്റേ ഒരു രാഘവനെ കണ്ടപ്പോ എനിക്ക് നമ്മള് ആദ്യത്തെ 1 മിനിറ്റ് നമ്മളെ കണ്ടതിന് ശേഷം പിന്നെ സെക്കൻഡ് ആള് അരുണാണ് വന്നത്. സെക്കൻഡ് അരുൺ വന്നപ്പോഴത്തേക്കും രാഘവനെ കാണാനില്ല. രാഘവ ഒരു മരത്തിന്റെ പുറകിൽ ഇങ്ങനെ സിംസൺ ലോണിലോട്ട് അലിയും പോലെ ഇങ്ങനെ അലിഞ്ഞു തീർന്നു. എവിടെ രാഘവ എവിടെ? അപ്പൊ നമ്മളരുണല്ല, കാണാനായിട്ട് ഒരു അരുൺ ഉണ്ടായിരുന്നു. പുള്ളി വന്നപ്പോഴത്തേക്കും രാഘവ് മുങ്ങി, കാണാനില്ല. ക്യാമറ വരുമ്പോഴൊക്കെ പുള്ളി അതിൽ നിന്നൊക്കെ അദൃശ്യൻ. പക്ഷെ കുറച്ച് ലാസ്റ്റ് ആയപ്പോ ഓക്കെ ആയി. പോഡ്കാസ്റ്റ് ഒക്കെ ഒരുപാട് കുറെ പേര് അവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. വിഘ്നേഷ് ഒക്കെ പുള്ളി അൽസാജ് അവിടെ ജനിച്ച് വളർന്ന അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള പച്ച മലയാളം പോലെ കന്നഡ പുള്ളിയാണ്. ഇതുകൊണ്ട് വിഘ്നേഷാണ് മറ്റേ മൈസൂർ സൂപ്പർ സാധനം ഭയങ്കര. പിന്നെ ആരുടെ ലിജിൻ ഉണ്ടായിരുന്നു, അൽസാജ്, പിന്നെ ജീവൻ ഭാഷ, പിന്നെ അതുല്യ, അശ്വതി, അങ്ങനെ കുറച്ചു പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്നിട്ട് കുറെ നേരം നമ്മൾ 2-2.5 മണിക്കൂറോളം നമ്മള് ഇന്ററാക്ട് ചെയ്തു. അതില് പൊതുവേ വന്നതൊക്കെ കുറച്ച് നമ്മളെ പോലെ തന്നെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല, അവർക്ക് നമ്മുടെ ഫ്ലോസ് അറിയാം, ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മള് അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അത് എന്തായാലും അത് നല്ലൊരു പരിപാടിയായിരുന്നു. കാര്യം നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടാണ് സത്യം പറഞ്ഞ ഒന്ന് നമ്മളെ ഭാഷ ആ സാധനം കൊണ്ടുവന്ന് ജീവൻ ഭാഷ ഊക്കിലോലയും കൊണ്ടല്ല വന്നത്. സത്യം പറഞ്ഞ അവൻ വന്നത് മറ്റേ തലയിൽ മറ്റേ ഈ സാധനമൊക്കെ ആയിട്ടൊരു മാലാകയാണ് പറഞ്ഞിറങ്ങിയത്. ആ പാട്ടിലാണ് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഒരു സൈലൻസ്, സൈലൻസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റേ നമ്മുടെ ഭാഷയുടെ കയ്യിൽ മറ്റേ സാധനം ഇരിക്കുന്നത്. ബാക്കിൽ ഒരു മറ്റേ ഇത് ഗിത്താർ. കാരണം അവിടെ ഗിത്താർ പോലത്തെ ഒരു ചെറിയൊരു സാധനം, മിനി ഗിത്താർ. അപ്പോഴേ അതും വെച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും നമുക്കൊരു പുള്ളിയോ ഗിത്താറും കൊണ്ട് പറഞ്ഞാൽ നമുക്ക് വൈബ് ആക്കാം. അപ്പൊ നമ്മള് ചുമ്മെങ്കിലും ഒന്ന് ചോദിച്ചു പാടും, പിന്നെന്താ പാടാ
അപ്പൊ തന്നെ പാടി ആ പാട്ടിലാണ് എനിക്ക് തോന്നുന്ന ആ ഒരു ആ മൂഡ് ക്രിയേറ്റ്. അതെ അതെ, പാട്ടില് തന്നെ. പിന്നെ ആ പാർക്ക് ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പാടണമെന്ന് അങ്ങനെ ഒരു ആൾക്കാർ ശ്രദ്ധിക്കുക പോലും ഇല്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പോലും ഇല്ല. അല്ല, അതിപ്പോ ഒരു ഇതാണ് പൊതുശല്യം എന്നും പറഞ്ഞൊരു സാധനം ഇപ്പൊ കിടന്ന് കറങ്ങണുണ്ട്. പക്ഷെ അതുപോലെ ആയിരുന്നില്ല, ഇതൊരു ചെറിയ സ്ഥലത്ത് നമ്മളുടെ തന്നെ ഒരു കൂട്ടായ്മ ആയിട്ട് മാത്രം കണ്ട ആർക്കും പ്രശ്നമില്ലാതെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനുശേഷം അശ്വതി പാടി, അത് നല്ലതായിട്ട് പാടി. ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ട് പാടി അല്ലേ, 4 പാട്ട് പാടി. അതിനുശേഷം പിന്നെ നമ്മള് മറ്റേ ഡംഷർ ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ നമ്മള് ഗെയിം ഒക്കെ കളിക്കാന്ന് വിചാരിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ ബ്രേക്ക് ആയി പോയി. മൊത്തത്തിൽ എൻഗേജിങ് ആയിരുന്നു തോന്നുന്നു. നിങ്ങൾ വന്നവരായാലും അതിനുശേഷമൊക്കെ നമ്മള് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മള് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് ഭയങ്കര നമ്മൾ പുറത്തോട്ട് നടന്ന് പുറത്തൊരു എല്ലാവർക്കും ആ ഒരു കണക്ഷൻ. നമ്മളിപ്പം ഫ്രണ്ട്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഫ്രണ്ട്സ് ആയിട്ടാണ് അവർ കാണുന്നത്. ഈ വന്നവരൊക്കെ നമ്മളെ ഒരാളായിട്ട് ഒരു സ്ട്രേഞ്ചർ പോലെ ഒരു ഇതല്ല, അവര് പെട്ടെന്ന് തന്നെ നമ്മളെ ജെല്ലായിട്ടാണ് അവർക്ക് അറിയാം. അതുകൊണ്ട് നമുക്കും അതൊരു ഇതില്ല, ഒരു ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ പോലെ നമുക്കും അത് ഒരുപാട് നാള് പരിചയമുള്ള പോലെ തോന്നും സംസാരിക്കുമ്പോഴേ. നല്ല രസമായിരുന്നു. ABCD അറിയാം, എല്ലാം അറിയാം. പോഡ്കാസ്റ്റ് ഒരുപാട് ഇന്റർലെസ് പോഡ്കാസ്റ്റിന്റെ ആ ഒരു സമയം തൊട്ടേ കാണാൻ തുടങ്ങിയവരാ. അപ്പം കുറെ അറിയാം, തൊട്ടേയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പോയി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മള് പിരിഞ്ഞല്ലേ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ പോയി സ്ട്രീറ്റിൽ പോയി. അവിടെ കുറച്ചു നേരം അലഞ്ഞു തിരിഞ്ഞ്, അവിടെ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ സ്ട്രീറ്റുകളിൽ രാത്രി പോകുന്നതാണ് നല്ലത്. രാവിലെയും ഉച്ചക്കൊക്കെ പോയി കഴിഞ്ഞാൽ അലഞ്ഞു. നമ്മൾ കുറെ നടന്ന്, യുവമാരാണെങ്കിൽ ഭയങ്കര എഴഞ്ഞഴഞ്ഞാണ് നടക്കണത്. ആരാ? നിങ്ങൾ എല്ലാരും. ഇവർ രണ്ടുപേരും ഫ്രണ്ടില് ഭയങ്കര ഇതിലങ്ങ് പോയി. യുവമാര് മറ്റേ വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലേ? അല്ലടാ, നമ്മൾ നടന്നു അങ്ങനെയല്ലേ പോയത്. കബൺ പാർക്കിൽ നടന്നു തുടങ്ങിയപ്പോ തന്നെ ഞാനും അരുണും കൂടിയാണ് നടന്നത്. നമ്മളങ്ങ് എത്തി. നമ്മളായിരുന്നല്ല, നമ്മളുടെ കൂടെ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെയൊക്കെ ബ്രേക്ക് ആയിപ്പോ. അവനെ 13 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അവിടെ വെച്ച് ഒരു ബാറിന്റെ ഫ്രണ്ടിൽ കുക്കു. അപ്പൊ അവൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് വിനു എന്ന് വിളിക്കണം. അപ്പൊ അവൻ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയൊക്കെ കാണൂടാ. ഞാൻ പണ്ട് ഐവി പോയിട്ട് മൈസൂർ വെച്ച് ഒരു ഹോട്ടലിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരുത്തമെന്ന് ഒരടി അളിയ നോക്കിയപ്പോ സ്വാതി. അവന് എത്ര വർഷത്തിന് ശേഷം കാണണം. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രതീക്ഷിക്കൂല. രസമായിരുന്നു. ഞാൻ അങ്ങനെ അവനെ കണ്ടപ്പോ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമായി. 13 വർഷം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സമയം. അതിനുശേഷം കോമഡി സ്ട്രീറ്റ് കൊള്ളാം, നല്ല രസമുള്ള ഒരു സ്ഥലം. ഉച്ച സമയത്താണ് പോയത്. അതിന്റെ ഒരു സമയത്ത് ജലപാനം കഴിച്ചിട്ടില്ല നമ്മൾ. ശരിയാ. 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മള് ഇറങ്ങാൻ നേരത്താണ് ഫുഡ് കഴിച്ചത്, ലഞ്ച് പോലെ കഴിച്ചത്. അത് കഴിച്ചത് മറ്റേ കരമനായിപ്പോ കരാമ റെസ്റ്റോറന്റ് ആയിരുന്നു. അവിടുത്തെ ബിരിയാണി ഷിറ്റ് എന്നല്ല, ബട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതെ, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. പിന്നെ പുള്ളി ഒരു സ്കാമും കൂടി കൊണ്ടുവന്നു. ശ്രീകാന്തല്ലേ എവനാണ് വീണത്? നിങ്ങളല്ലേ വീണത്? ഞാനും വീണ്, എവനും വീണ്. ഞാൻ പിന്നീടാ വീണത്. രണ്ടേരും കൂടെ രണ്ടെണ്ണം അത്രയും കുടിക്കാൻ വേണം. അത് കൊണ്ടുവന്നപ്പോ മറ്റേ ഇത് സോഡ നാരങ്ങ നടന്നുണ്ട്. അതൊരു സ്കാം സാധനം. ഇവിടത്തെ സ്പെഷ്യൽ ഇതാണെന്ന് എവിടത്തെ സ്പെഷ്യൽ ഇതാണ് പേര് വെക്കുമ്പോ നമ്മളും വീഴൂലേ. അല്ല, അങ്ങനെ എന്തോ ഭയങ്കര ഇത് സാധനം ഉണ്ട്. പക്ഷെ ഫേമസ് ആണ്. പക്ഷെ നമ്മൾ കുടിച്ചപ്പോ നമുക്ക് അത്ര സാറ്റിസ്ഫൈ ആയില്ല. പിന്നെ ബിരിയാണി കഴിച്ചപ്പോഴും സാറ്റിസ്ഫൈ ആവണില്ല. അങ്ങേരും പറഞ്ഞു ഒരാൾക്ക് 2 എണ്ണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞു. അല്ല, ഒരു സാധനം വെച്ച് 2 പേർക്ക് കഴിക്കാൻ പറ്റും. 2 പേർക്ക് കഴിക്കാൻ പറ്റും. അത് അത് കഴിഞ്ഞ് അവൻ അതിന്റെ സന്തോഷത്തിൽ കുറച്ച് അമ്മച്ചിമാർക്കൊക്കെ വിതരണം ചെയ്തു കാശ്. അവിടെ നിൽക്കുമ്പോഴത്തേക്കും പൊതിയും. ബാംഗ്ലൂരുള്ളവർക്ക് അറിയാം, അതായത് ഈ ആൾക്കാർ ഇങ്ങനെ വന്ന് പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ല, ആദ്യമൊന്നും നമ്മള് അങ്ങനെ ഫസ്റ്റ് ടൈം അല്ല, ആദ്യത്തെ 2 ദിവസം അമ്മച്ചി
ഇത്തിരി ഫുഡൊക്കെ കഴിക്കാൻ വിശന്നിരിക്കുന്ന അമ്മച്ചിമാർക്കൊന്നും കൊടുക്കൂല. അതല്ല, എനിക്ക് വിശന്നിരിക്കുമ്പോഴേ എനിക്ക് അങ്ങനെ സഹാനുഭൂതി ഇല്ല. ഓ വയറ് അത് ഒരാൾക്ക് കൊടുക്കണ കണ്ടപ്പോ ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വരട്ടി ഇങ്ങനെ കൊടുക്കട്ടെ. മറ്റേ സിനിമയിലെ കാണൂല മുണ്ട് ഇങ്ങനെ കൊടുക്കും പാപ്പിച്ചായ കൊണ്ടാണ് അതിന് മാത്രം 60 രൂപ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു വിതരണമൊക്കെ ബോയ്സ് നടത്തിയായിരുന്നു. ഒരമ്മച്ചി ചീത്ത വിളിച്ചിട്ട് പോയി കൊടുക്കാത്തോണ്ട് എന്തോ ഒരു ചീത്ത വിളിച്ചല്ലേ. നമുക്ക് ഭാഷ മനസ്സിലാവും. തമിഴാണെങ്കിൽ കുറച്ചെങ്ങനെ മനസ്സിലായിരുന്നു, മനസ്സിലാവില്ലല്ലോ. പക്ഷെ നമ്മള് സർവേ ചെയ്തില്ലേ ഹിന്ദി വെച്ചിട്ട്? ഹിന്ദി വെച്ചിട്ട് കുറച്ചൊക്കെ സംസാരിക്കേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. നീ സംസാരിക്കാത്തോണ്ടായിരിക്കും സംസാരിക്കേണ്ടി വന്നു. ഞാൻ സംസാരിച്ചു. ഒരു മറ്റേ ആരെടുത്ത നമ്മള് മറ്റേ കെങ്കേരിന്ന് നമ്മൾ ബസ് കയറി പോകേണ്ട സംഭവം ഉണ്ട്, മെട്രോ കയറി പോകേണ്ട. അപ്പൊ അത് ഞാൻ ആടുത്ത ഒരു താടിയുള്ള ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അങ്ങേര് പറഞ്ഞെന്തോ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇവന്റെ അടുത്തും നിന്റെ അടുത്തും പറഞ്ഞു, എന്റെ അടുത്തും പറഞ്ഞു. ഇവൻ അനങ്ങണില്ലടാ. ഞാൻ പറഞ്ഞതിന് പുല്ല് വില. എനിക്കാണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങേരെ നോക്കാനൊരു ബുദ്ധിമുട്ട്. അങ്ങേര് എന്റെ അടുത്ത് പറഞ്ഞു തരുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും. അത് ആ കെങ്കേരി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴ് എന്ന് വെച്ചാൽ നമുക്ക് പോണം. അത് ഓരോരുത്തർ ചോദിക്കുമ്പോ ഇവന്റെ ഏതോ മുസ്തഫ വേറെ ഏതോ ബസ്സിന്റെ നമ്പർ പറയും. പക്ഷെ എല്ലാം അപ്പുറത്ത് ഇറങ്ങിയാലേ പറ്റൂ. അപ്പുറത്ത് ഇറങ്ങിയാലേ കാര്യം. ആദ്യം 500 ആയിരുന്നു, പിന്നെ 375 ആയി. എന്തിനാണെങ്കിൽ പറഞ്ഞതിനൊരു പുല്ല് വില. പോയി പോകുന്ന എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് ആ അപ്പനാണെങ്കിൽ അങ്ങേരാണെങ്കിൽ എന്നെ നോക്കണില്ല. അങ്ങേർക്ക് ഒരു ബുദ്ധിമുട്ട്. എമ്മാര് ഞാൻ പറഞ്ഞ വിശ്വസിച്ചാണോ അല്ല. എവനൊരു പ്രശ്നമുണ്ട്. എവന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി അതിലേ അവൻ നിൽക്കുള്ളൂ. എവൻ അൺലേണിംഗ് സ്കിൽസ് അവന് ഭയങ്കര കുറവാണ്. കാര്യം അവിടുന്ന് കേറാൻ നേരത്തെ അവര് നോക്കിയിട്ട് പറഞ്ഞു മെജസ്റ്റിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റോടെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ഗൂഗിൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി ഒരിടത്ത് ഇറക്കിയിട്ട് ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കിയിട്ട് പറഞ്ഞ് ബി നമ്പർ എക്സിറ്റിൽ പോയപ്പോഴത്തേക്ക് ഈ എക്സിറ്റ് ഇല്ല. അങ്ങനെ എക്സിറ്റ് ഇല്ല അവിടെ. എക്സിറ്റ് ഉണ്ട്, അടച്ചിട്ടേക്കണം. മറ്റേ ഈ പ്രേതാലയമൊക്കെ ഇല്ലേ, അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു ലോകം. അതുപോലെ ഒരു കന്നഡ പോലീസുകാരെ കന്നഡയിൽ എന്തൊക്കെയോ ഇംഗ്ലീഷ് ഇവിടെ അല്ല, അങ്ങ് പോയാൽ മതി. മര്യാദക്ക് അങ്ങ് പോയി. നമ്മളിട്ട് കുറച്ച് അലയിച്ചു. 2 മണിക്കൂർ അവിടെ അലയിച്ചു. എന്തായാലും കട്ടാണെന്ന് തോന്നുന്നു. കൊറേ കട്ട് ചെയ്യാനുണ്ടാവും. ഉല്ലാസിങ്ങനെ ചെയ്യുന്നു. സാധാരണ പോഡ്കാസ്റ്റിൽ അങ്ങനെ കട്ട് ചെയ്യാറില്ല, ഇതിൽ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല കൊമേഴ്ഷ്യൽ സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് കമൺ പാർക്കിൽ വന്നു. പിന്നെ വേറെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ബാംഗ്ലൂര് യൂസ്ഫുൾ ആയിട്ടുള്ള. അതായത് ഈ ലോക്കർ, അതായത് നമുക്ക് ലോക്കർ ടൈം മെട്രോ മെട്രോ നീ പറഞ്ഞു ഉന്നയിച്ചപ്പോഴും മെട്രോ ഇവിടെ വന്നല്ലോ. നീ തിരുവനന്തപുരത്തും വരണമെന്ന് എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല. അല്ല മെട്രോയുടെ സ്റ്റഡി കുറെ നാളായിട്ട് നടക്കുമായിരുന്നു. എന്തോ സോയിൽ ടെസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നടക്കണുണ്ടായിരുന്നു മുന്നേ. പക്ഷെ മെട്രോ അവിടെ ആ ട്രാഫിക്കില് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് നമ്മള് തിരിച്ചു പോകാൻ നേരത്ത് ചിലപ്പോ നമ്മള് ഊബർ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഞാൻ തേഞ്ഞതാ. ഞാൻ എന്നിട്ട് എനിക്ക് 8:30 ഒരു വീക്കെൻഡ് സപ്പോർട്ട് എനിക്ക് ലോഗിൻ ചെയ്യണം. 8:30 തൊട്ട് ലോഗിൻ ചെയ്യണം ഒരു ഇതിന്റെ സെർവർ പാച്ചിങ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ 15 മിനിറ്റ് ആകണ്ട് എനിക്ക് ആദ്യം കാണിച്ചോളൂ. ആ എടുത്ത HSRലാണ് ഞാൻ എടുത്തത്. അവിടെ എത്താൻ അവിടെ നിന്നിട്ട് ഞാൻ വിളിച്ച് പെട്ടെന്ന് എത്താന്ന് പറഞ്ഞ് ആരോട് പറഞ്ഞ് ബൈക്ക് എടുക്കാൻ. അങ്ങനെ ഞാൻ ബൈക്ക് ബുക്ക് ചെയ്തു. അങ്ങേര് വേറെ എവിടെയും പോയി. എന്നിട്ട് 20 മിനിറ്റ് അങ്ങേരൊക്കെ വേണ്ടി. ഞാൻ വിചാരിക്കണം ഇങ്ങേരെ ഇനി ക്യാൻസൽ ചെയ്തിട്ട് ഒരാൾ വിളിക്കുകയാണെങ്കിൽ വീണ്ടും ലേറ്റ് ആവൂലേ. ഇങ്ങനെ ഇങ്ങേരൊക്കെ വേണ്ടിയിരുന്നു. 20 മിനിറ്റ് ഇങ്ങേരെടുത്ത്. ഇങ്ങേര് വന്നിട്ട് അവിടെ എത്താൻ വീണ്ടും 55 മിനിറ്റ്. ആ ബാഗ് ലാപ്ടോപ്പ് നല്ല വെയിറ്റും ഉണ്ട്. ഇതും കൊണ്ട് ഇങ്ങേരിനെ കൊണ്ട് പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇങ്ങേര് നമ്മൾ മിസ് ചെയ്ത ഒരു സ്ഥലം ഞാൻ കണ്ടു സത്യം പറഞ്ഞു. മറ്റേ അവിടുത്തെ വിധാൻ സൗദ. അത് വൈകുന്നേരം ഭയങ്കര രസമാണ് കേട്ടോ. വൈകുന്നേരം ഫുള്ള് കളർ അടിക്കും. അതില് കളർ അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കും. അതുവഴി പോയി അങ്ങനെ. എന്നിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഏതോ ഒരു കാട്ടിൽ ചെന്നിട്ട് ഒരു ഗേറ്റിൽ ചെന്ന് ഗേറ്റ് അടച്ചിട്ടാണ് ഈ ഗേറ്റ് അടച്ച് തിരിച്ചു പോകാൻ. എന്നിട്ട് തിരിച്ചു വന്ന് അങ്ങനെ 1 മണിക്കൂർ എണ്ണയിട്ട് കറക്റ്റ് ഒരു 7-8 മണിയായപ്പോൾ അവിടെ കൊണ്ട് എന്തോ ഇറക്കി. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ അവിടെ എത്തിയത്. അങ്ങനെ കുറെ നേരം എണ്ണയിട്ട് കഷ്ടപ്പെടുത്തി. ഞാൻ പെട്ടെന്ന് എത്താന്നും പറഞ്ഞിട്ട് ഓട്ടോ എടുക്കാതെ ഓട്ടോ എടുത്ത് അതിനെക്കാട്ടി താമസിക്കൂലേ? താമസിക്കുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇത് നമുക്ക് അവിടുത്തെ മെട്രോ നല്ല ആളാണ് കേട്ടാ.
ആ ടൈമിൽ ഭയങ്കര തിരക്കാ. ഇരിക്കാനൊന്നും പറ്റൂല. ഇരിക്കാനൊന്നും പറ്റൂല. ഇരിക്കാനൊന്നും പറ്റും. പക്ഷെ സ്മൂത്ത് ആയിട്ട് പോവാടാ നമ്മള്. ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് സമയത്ത് ബ്ലോക്ക് ഇല്ലാതെ പോവാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് ഊബർ എടുത്ത് ഊബർ എടുത്തിട്ട് ഭയങ്കര ട്രാഫിക് അല്ലേ? ഭയങ്കര ട്രാഫിക് ട്രാഫിക് ഒരു ഒരു 2 കിലോമീറ്റർ പോവാൻ എന്തോ 1/2 മണിക്കൂർ എന്തോ എടുത്ത് പിന്നെ ഒരു യൂടേൺ എടുത്തപ്പോ ഒരു ടാങ്കർ ലോറി ഇങ്ങനെ പറഞ്ഞു. അത് അത് ഞാൻ വിചാരിച്ചു ഇവരും ഡ്രൈവറും പോയി കഥ രണ്ടുപേരും നിർത്തൂല. മറ്റവനും നിർത്തുന്നില്ല, ഇവര് വണ്ടിക്കാരനും നിർത്തുന്നില്ല. തട്ടിയില്ലാന്ന് പറഞ്ഞങ്ങ് പോയി. ഇല്ല, നീ രക്ഷപ്പെടും. ഞാൻ മറ്റേ സാധനം കാണൂല സൈഡിൽ എയർ ബാഗ് ഇല്ല. ഇല്ല, എയർ ബാഗ് ഒന്നും അതിലില്ലടാ. ഇവന്മാർ രണ്ടെണ്ണം മാത്രമേ രക്ഷപ്പെടുള്ളൂ, ഞാനും ഡ്രൈവറും. അല്ല, പൊതുവെ ഞാനായിരുന്നു ഫ്രണ്ട് ഇരുന്നത്. എന്നെ എല്ലാരും മാമ്പച്ചാന്നൊക്കെ വിളിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ ബാഗും ലാപ്ടോപ്പും ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. പിന്നെ വഴി പറഞ്ഞു കൊടുക്കാൻ എനിക്കല്ലേ ഇത് ലാംഗ്വേജ് അറിയാവോ. ഇവര് പറഞ്ഞ് നീ തന്നെ ഫ്രണ്ട് ഇരിക്കും. ലാംഗ്വേജ് അല്ല ഗൈസ്, മറ്റേ ഊബറിന്റെ ഇതുണ്ടല്ലോ, OTP പറഞ്ഞു കൊടുക്കണ അവനായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും ഫ്രണ്ടിന്റെ കൂടെ ഒരു ചായ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. സ്മരണകൾ. എന്നിട്ട് നിങ്ങൾ 7 മണി ആയപ്പോ ട്രെയിനിൽ കയറി നമ്മൾ പോയപ്പോഴത്തേക്കും മറ്റേ നമ്മുടെ കൂടെ ഒരു അപ്പൂപ്പനും അമ്മുമ്മയാണ് ഉണ്ടായത്. കപ്പിളായിരുന്നു, നല്ല ക്യൂട്ട് കപ്പിളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രായമുണ്ട്, ഒരു 80 വയസ്സിന് മുകളിൽ കാണുമല്ലേ. 85 വയസ്സായി. സംസാരിച്ചു. തിരുവല്ലയും കണ്ടേടാ, ചെങ്ങന്നൂരാണ് കണ്ടേണ ഇറങ്ങി. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. അവര് ബാംഗ്ലൂരാണ് നിക്കുന്നത്. അവരെ മകളുടെ എന്തോ കല്യാണം നാട്ടിലോട്ട്. അപ്പം പരസ്പരം അവര് ഹെൽപ്പ് ചെയ്തൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ? ഞാനായിരുന്നു ഹെൽപ്പർ അവിടെ. മറ്റേ ഇതൊക്കെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പൂപ്പൻ കയ്യിൽ നിന്ന് ബട്ടൺസ് ഊരാൻ കിടന്ന് കഷ്ടപ്പെട്ട് നോക്കി അപ്പൊ ഇങ്ങനെ ഊരി തരണമെന്ന് വെച്ചപ്പോ മക്കളെ ഊരിത്താന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല, മക്കളെ മക്കളെന്നല്ല ഊരി തരാൻ പറഞ്ഞു. മക്കളെ കഴിഞ്ഞിട്ടാണല്ലേ? മക്കളെ എന്നെ നേരത്തെ എന്തോ വിളിച്ചായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ ഇവ നോക്കി അപ്പൊ ഇങ്ങനെ കാണിച്ച് അപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് പറയണ്ടേ നേരത്തെ, അങ്ങനെയാണ് ഇവൻ ചോദിച്ചത്. ഇതൊക്കെ പറയണ്ടേ? പറയണ്ടേ നേരത്തെ? ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് കഥ മാറി നോക്കണം. നീ ആലോചിച്ച എന്താണ്? അയ്യോ പാവപ്പെട്ട അങ്ങനെയല്ല, അവര് ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സത്യം അല്ലടേ, യവൻ പറഞ്ഞേക്കുമ്പോ യവൻ വിചാരിച്ചു മറ്റേ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പൗഡറൊക്കെ തൊടിപ്പിച്ച് കിടത്തി ഉറക്കി എന്നുള്ള രീതിയിലായിരിക്കും. രണ്ടുപേരും മറ്റേ മോഡേൺ നമ്മള് കാണൂലേ, ഒരു നല്ല ഒരു പട്ടാളക്കാരൻ വിരമിച്ച് ഒരു ക്യാപ്റ്റൻ, നല്ല ജെന്റിൽമാൻ ലുക്കിലാണ് വന്നത്. അങ്ങനത്തെ ഒരു തോമസ് ജോർജ് പട്ടാളക്കാരൻ. ഞാൻ പറഞ്ഞു ഇവനൊരു ഇമാജിനേഷൻ കിട്ടാൻ വേണ്ടി. ഞാൻ രാവിലെ കയ്യിലേക്ക് കൊടുത്ത് തോർത്തൊക്കെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എനിക്ക് മറ്റേ സാറ് എനിക്കും തോന്നിയതാ. രണ്ടുപേരും കോളേജ് ലെക്ചറേഴ്സ് പോലത്തെ ഒരു പുള്ളിയെ പോലെ അങ്ങനത്തെ ടിപ് ടോപ്പിലാണ്. അപ്പോഴും പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഇത്രയും ലോങ് ട്രിപ്പ് അല്ലേ, അപ്പോഴും അവർക്ക് തമ്മിലൊരു ഇതുണ്ടല്ലോ, ബാത്റൂമിൽ പോകാൻ പിടിച്ചു പക്ഷെ അവര് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കാല് വേദന അങ്ങനത്തെ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് എടുത്തു കൊടുത്തപ്പോ പ്രായമൊക്കെ ആയി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പറയുന്നത് പറഞ്ഞില്ല. ഇത് അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ടേ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവരൊന്ന് മൈൻഡ് ആക്കണില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ ഇവിടത്തെ മറ്റേ ഫോർമൽ സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറെ നേരമായി. അപ്പോഴും ഉല്ലാസം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ നോക്കിട്ട് ഊരണോന്ന് ചോദിച്ചു. അപ്പോഴാണ് കൈ നീട്ടി തന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് പറയണ്ടേന്ന് ചോദിച്ചു. ഇത് പറയണ്ടേന്നല്ലേ ചോദിച്ചത്? പറയണ്ടേ ഇതായിട്ട് സൗഹൃദപൂർവ്വമായി
അല്ല ആ പുള്ളിയുടെ കൂടെ ഇവനായിരുന്നു ഞാൻ. ആ അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു. അമ്മൂമ്മ കറക്റ്റ് ഒരു പ്രൊഫസർ ലെക്ചററെ പോലെ തന്നെ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. അല്ല ലെക്ചററെ പോലെയാണ് തോന്നിയത് ആ പുള്ളി. പക്ഷെ ഇവര് സംസാരിക്കണ ഇതാണ് അന്ന് ഫൈനലായിരുന്നു ക്രിക്കറ്റ്. അപ്പൊ ആ പുള്ളി എവര് ഇങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സംസാരിക്കും. മറ്റേ എന്തോന്നു ജമീമ എത്ര അടിച്ചു അങ്ങനത്തെ രീതിയിൽ അവര് നല്ല നോളജ് ഉണ്ട്. 85 വയസ്സായ ഒരാള് ഫോണിൽ എപ്പോഴും സ്കോർ ഇങ്ങനെ വെച്ചിട്ട് അവര് തമ്മിൽ സംസാരിക്കണം. ഇതിനെ പറ്റിയിട്ടാണ് 300 ഇന്ത്യ 300 എടുത്ത് ഇനി എങ്ങനെ ജയിക്കോ അവര് ജയിക്കോ. ആന്റിയും നന്നായിട്ട് തന്നെ അവരും അറിയാം. വുമൻസ് ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യും പ്രായമുള്ളവരും. അത്രയും പോപ്പുലറൈസ് ഞാനിരുന്ന് കണ്ടായിരുന്നു ആ കളി. നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ. അല്ല അവര് ഓരോ ആൾക്കാരെ അറിയാം. അത് ഭയങ്കര ഒരു കാര്യം. അത് ഭയങ്കര ഒരു സംഭവമല്ലേ. കാരണം മറ്റേ ആധിപത്യം എല്ലാരും മെൻസ് ക്രിക്കറ്റ് എന്ന് വിചാരിച്ച് ഇതൊക്കെ തഴഞ്ഞിട്ടിരുന്നിട്ട് ഇവര് എന്ന് വെച്ചാൽ ഇത്രയും നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രായമുള്ളവരാണ് അത് ശ്രദ്ധിക്കുന്നത്. അത്രയും പോപ്പുലറൈസ് ആയി എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പും കൂടെ എടുത്തപ്പം കുറച്ചുകൂടെ പോപ്പുലറൈസ് ആയി. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇതും ഈ മെൻസ് ക്രിക്കറ്റിന്റെ അത്രയും ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈക്വൽ വേജസ് ഒക്കെ, മാച്ച് ഫീസ് ഒക്കെ ഈക്വൽ ആക്കി. പിന്നെ കുറച്ചും കൂടി പരസ്യമൊക്കെ കുറെ സാധനം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ സച്ചിൻ ഉണ്ടായിരുന്നു, VVS ലക്ഷ്മൺ ഉണ്ടായിരുന്നു, രോഹിത് ഉണ്ടായിരുന്നു കളി കാണാൻ. അത് മാത്രമല്ല ഇവര് ഇവരെ കളിയും നല്ല പഴയ പോലെ ഒന്നുമല്ല. എനിക്ക് ഓസ്ട്രേലിയയുടെ കളിയാണ്. നമ്മൾ അന്ന് ട്രെയിനിൽ രാത്രി കണ്ടപ്പോ ചീത്ത വിളിച്ച ഓർമ്മയില്ലേ? ഒരുപാട് എനിക്ക് പണിയുള്ള സാധനമാണല്ലോ. അല്ല നമ്മളിങ്ങനെ ഫൈനൽ ഇത് സംഭവം ഇപ്പൊ ഇത്തിരി കൂടിപ്പോയോന്നൊരു സംശയം. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇത്തിരി കൂടിപ്പോയോ. അല്ല നമ്മള് ഓസ്ട്രേലിയ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചോദിച്ചതൊക്കെ ഒന്ന് അടച്ചു വെച്ചുകൂടെ. എനിക്കൊന്ന് നീ ഓട്ട മത്സരം നടത്തണേന്ന് നല്ലതെന്ന് ഞാൻ മാറിത്തരാം. കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും ഉല്ലാസ് എല്ലാവരുമായിട്ട് മത്സരിക്കും. ഓൾഡ് സ്കൂൾ ബോയ്സിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും മത്സരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് അങ്ങനെയായിരുന്നു ട്രെയിൻ യാത്ര. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ അന്ന് രാത്രി നമ്മൾ പറഞ്ഞല്ലോ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അരുണും ഞാനും കൂടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങളെ ഇത് ചെയ്യിക്കണമല്ലോ, എൻവി ചെയ്യിക്കണം, അസൂയപ്പെടുത്തണം. കാര്യം നിങ്ങൾക്ക് ചെപ്പലും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടുവന്നുകൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡാൻസ് ഇതിൽ നമ്മൾ രാത്രി പോകുമെന്നും പറഞ്ഞിട്ട് ടെസ്റ്റിംഗ് ഒരു 10 മണിയൊക്കെ ആയപ്പോ കഴിഞ്ഞു. അപ്പൊ ഞാൻ അരുണിനെ വിളിച്ച് അളയാ പോണ്ടേ. അല്ല അത് നമ്മള് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ പറഞ്ഞു നമുക്ക് എൻവിയുടെ ഈ ഓലും. പക്ഷെ ഞാൻ ഡിറ്റർമിൻഡ് ആയിരുന്നു. കാര്യം ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ലാപ്ടോപ്പ് അടച്ചിട്ട് ഞാൻ അരുണിനെ വിളിച്ച് അളയാ പോവാം. അവിടെ ഞാന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ, ഇനി പോണോ? പോണ്ടേ, ടയേർഡ്, ഭയങ്കര ടയേർഡ്, അന്നമ്പല്ലേ ഭയങ്കര ടയേർഡ്, ഇങ്ങ് ദൂര. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ വേണ്ട ഉറങ്ങിക്കോ. വന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാനെങ്കിൽ ഒരു ചായ കുടിക്കാനെങ്കിലും വരുമോ? ഇല്ല, വന്നില്ല. പിന്നെ പിറ്റേന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് അവിടുന്ന് ഓഫീസിൽ പോയി. ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്ന് വിളിച്ച് ഓഫീസിൽ പോയി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും ഞാൻ ഒരു ബസ്സാണ് എടുത്തത്. എനിക്കൊരു 7 മണിക്ക് ആയിരുന്നു ബസ്. എന്നിട്ട് ബസ്സിന് മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ബ്രൂവറിലൊക്കെ പോയിരുന്നു. വൈകുന്നേരം ഇരുന്നിട്ട് ലീവായിരുന്നിട്ട് ബസ്സിൽ കയറി നല്ല ബസ്സായിരുന്നു. എന്നിട്ട് ബസ്സിൽ കയറി രാത്രി ഒരു 5 മണിയായി കാണും. വെളുപ്പാങ്കലത്ത് 5 മണിയായപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞാനൊരു വിളിയോടുകൂടി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വിളിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, ഉറക്കമായിരുന്നു. പക്ഷെ എണീറ്റിരിപ്പുണ്ട്, തല ഭയങ്കര വേദന, കഴുത്ത് ഭയങ്കര വേദന, തലയൊക്കെ പെരുക്കണം. ഞാൻ ഇരിക്കണുണ്ട്. എന്നിട്ട് ഞാൻ വിളി അപ്പൊ നിർത്തനേ ഉള്ളൂ. അമ്മ എന്തോ വിളിച്ച് നിർത്തനേ ഉള്ളൂ. എന്നിട്ട് വണ്ടി എന്തോ ഇങ്ങനെ നിറങ്ങി നിന്നു. ഒന്നും ഓർമ്മ കിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവരും എണീറ്റ്. അങ്ങനെ എണീറ്റ് എങ്ങനെ തലയൊക്കെ ഭയങ്കര വേദന. അങ്ങനെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും വണ്ടി ഇടിച്ച്. വണ്ടി വെച്ചാൽ ഒരു ലോറിയടാ.
ഒരു ടിപ്പർ കൊണ്ടുവന്ന് ഈ വണ്ടിയുടെ പുറകില് ഇടിച്ച് കയറ്റി വണ്ടി പോയി എഞ്ചിൻ ലോസ്റ്റ്. ഇതൊക്കെ പൊട്ടി വലിച്ച് എന്നിട്ട് ആ ഡ്രൈവർ മറ്റേ ഡ്രൈവർ ഉണ്ടല്ലോ ടിപ്പറിന്റെ അങ്ങേരെ കുത്തി മറ്റേ ഡോറൊക്കെ പൊളിച്ചിട്ടാണ് അങ്ങേരെ എടുത്തത്. അങ്ങേരെ കാലൊക്കെ അകത്ത് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അങ്ങേരെ ഞാൻ കാണാൻ നിന്നില്ല, വെറുതെ എന്റെ ഇത് എനിക്ക് ഒന്നാമത് തല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി. എനിക്ക് ഞാൻ കിടന്നത് ഞാൻ ലോവർ ബെർത്താണ് എടുത്തത്. പക്ഷെ ലോവർ ആകുമ്പോൾ കുറച്ച് കുലുക്കം കുറവെന്നും പറഞ്ഞ് ലോവർ ബെർത്ത് ബാക്കിൽ നിന്ന് തേർഡ് എന്തോ സെക്കൻഡോ തേർഡോ ആയിരുന്നു. അപ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് ഇടിക്കുമ്പോഴത്തേക്ക് ഈ ഫോഴ്സിൽ ബാക്കിലല്ലേ കൊണ്ട് ഇടിച്ചു പുറകില്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇതാണ്ടാവുമല്ലോ. പക്ഷെ അതില് എനിക്ക് മണ്ട ചെന്ന് ഈ മുകളിലത്തെ ഡെക്കിലെന്തോ ഇടിച്ചു. എനിക്കിപ്പോഴും കഴുത്ത് ഇത് കഴിഞ്ഞ് ഇങ്ങനെ തിരിക്കാൻ പറ്റൂല. അങ്ങനെ അവിടെ ഇപ്പോഴും തലയും ചെറിയ വേദന വണ്ടി ഇല്ലടാ, പുറകെ കൊണ്ട് ഇടിച്ചു കയറ്റി. ബാക്കിലൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ആരൊക്കെ ഒരാൾക്ക് ഷോൾഡറൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. 1-2 പേർ, കുറച്ച് പേർ എല്ലാരെയും കണ്ടില്ല. കുറെ പേര് എന്നിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പൊ തന്നെ ഇവർക്ക് എനിക്ക് കുറച്ച് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ടൂറിസ്റ്റ് ബസ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവരപ്പൊ തന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ തന്നെ അവരവിടെ നിന്ന് എത്തുമ്പോഴത്തേക്ക് ആ വണ്ടിയിൽ കയറ്റി അങ്ങ് വിടും. ഈ ആൾക്കാരെല്ലാം കയറ്റി വിടും. ഇങ്ങനെ ആൾക്കാരെല്ലാം എന്നെയും കയറ്റി വിട്ട് ഞാൻ രാവിലെ ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. എന്നിട്ട് എനിക്ക് നല്ല വേദന കഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പലിറക്കുമ്പോ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവണം. അപ്പൊ അങ്ങനെ ഒരു സാധനം എനിക്ക് വന്നിട്ടില്ല. നമ്മൾ ഈ തൊണ്ട വേദന എടുക്കുമ്പോ വേദന വരും. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഏതോ സിനിമയിലുണ്ടല്ലോ കുറെ കഴിഞ്ഞിട്ട് മൂക്കിൽ നിന്നൊക്കെ രക്തം വന്ന് ഞാൻ ചെവിയിലൊക്കെ ഞാൻ നോക്കി, ചെവിയില് മൂക്കിലൊക്കെ നോക്കിയിട്ട് ഛർദ്ദിക്കാനൊക്കെ നോക്കി. അപ്പൊ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നാം. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഉച്ചയ്ക്ക് ഫ്രണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും മറ്റേ ഫസ്റ്റ് ഞാൻ ഈ സാധനമൊക്കെ കിട്ടുന്നു, ഒരു ടാഗ് കിട്ടിയിരുന്നു. എന്നിട്ട് നമ്മള് എമർജൻസിയിലല്ലേ പോണം. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോ ഇത് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ എല്ലാ എക്സാമിൻ ചെയ്യും. നമുക്ക് പ്രശ്നമുണ്ടോ തലയിൽ ഇത് മറ്റേ ട്യൂബിലൊക്കെ നോക്കുമല്ലോ, അതൊക്കെ നോക്കി. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് BP സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എൻ്റെ എവിടെയാണ് പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴുത്തിൽ. എന്നിട്ട് അവിടെ വെച്ചിട്ടൊരു ഡോക്ടർ വന്നേ. ഡോക്ടറിനെ നമ്മൾ അറിയാം. അപ്പൊ ശ്രീകാന്ത് തെളിയാതൊക്കെ ഭയങ്കര സ്നേഹം. അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷം. എന്നിട്ട് ചോദിച്ചു എന്താ പറയാ. ഫസ്റ്റ് വന്ന ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരു മെയിൽ ഡോക്ടറാണ്, എന്നെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു പോയി. ഒരു രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ശ്രീകാന്ത് തെളിയാതൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര. എന്നിട്ട് കേസൊക്കെ ചോദിച്ചു എങ്ങനെയാണ് പറ്റിയത്. പക്ഷെ സീനിയറിന്റെ അടുത്തും കൂടി ചോദിക്കണമല്ലോ, കഴുത്തിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. എന്നിട്ട് പുള്ളിക്കാരൻ വന്ന് ഇതൊക്കെ എഴുതിയിട്ട് വീണ്ടും ഈ നമുക്കറിയാവുന്ന ഡോക്ടർ വന്ന്. പുള്ളിക്കാരി ഭയങ്കര നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും ഭയങ്കര പാവം. എന്നിട്ട് ഒന്നും കൂടി വന്നിട്ട് ചോദിച്ചു, ഞാൻ ഒന്നും കൂടി എനിക്ക് സമ്മറി ചെയ്ത് പറഞ്ഞുതരും. എനിക്ക് എന്താണ് അറിയേണ്ട, എന്തുകൊണ്ടാണ് നിങ്ങൾ പോഡ്കാസ്റ്റ് നിർത്തിയത്? ഞാനപ്പോ ഒന്നേന്ന് ആലോചിക്കണം. ഞാൻ ഒന്നും സമ്മറൈസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കണം, ഞാൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് വരുന്നു, വണ്ടിയുടെ പുറകിൽ ഇടിക്കുന്നു, തല ഇടിക്കുന്നു. അപ്പൊ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതാണ്, ഇവിടെ പെയിൻ ഉണ്ട്, ഇവിടെ പെയിൻ ഉണ്ട്, തലയിൽ ഇവിടെ ഇടിച്ച് പക്ഷെ പെയിൻ ഇല്ല. അതൊക്കെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാ പോഡ്കാസ്റ്റ് ചിരിച്ചടോ അവിടെ കിടന്ന്. അപ്പൊ എല്ലാരും നോക്കണം അവിടെ കിടന്ന് ചിരിക്ക് ചിരി നിർത്താൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു കൊടുത്താ പറഞ്ഞു കൊടുക്കാനുള്ളതായി കോണ്ടാക്ട് ചെയ്താൽ പറഞ്ഞു തരാം. അവിടെ ചിരിച്ചു വെച്ച് എന്റെ കൂടെ അഖിൽ ബ്രോയും ഉണ്ടായിരുന്നേ. പുള്ളി കിടന്ന് ചിരിച്ച് ഇത് കണ്ടിട്ട് ഭയങ്കര സീരിയസ് ഒരു സിറ്റുവേഷൻ ഇത് വന്നിട്ട് ചോദിച്ചു. പിന്നെ എന്റെ പറഞ്ഞ് മുകളിൽ ഡോക്ടറെ കാണാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ മുകളിൽ കാണാൻ വേണ്ടി ചെരുപ്പലൊക്കെ എടുത്തിറങ്ങിയപ്പോ അവിടെ എല്ലാം വീൽ ചെയർ. ഞാൻ ഇരിക്കൂല, എനിക്ക് പറ്റൂല വീൽ ചെയർ. 3ാമത്തെ ഫ്ലോറിൽ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം അത് ലിഫ്റ്റ് കയറ്റാൻ കൊണ്ടുപോയില്ലേ. പ്രോട്ടോകോൾ അങ്ങനെയാണ്. പ്രോട്ടോകോൾ അങ്ങനെയാണ്. തല ഇടിച്ചതാണ് അത് തന്നെ. പക്ഷെ ഉച്ചയായി. പക്ഷെ എനിക്കറിയാലോ എപ്പോഴാണോ ചിലപ്പോ ബോധം വേണമെങ്കിൽ പോവാം. അത് കുറെ സമയമായി. പക്ഷെ എനിക്ക് തന്നെ ഞാൻ ചെക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നെർവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, എന്തെങ്കിലും പണി കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പറയാൻ പറ്റില്ല, ചിലപ്പോ മറ്റേ അകത്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും. അത് ശരിയാണ്. പക്ഷെ എനിക്ക് വീൽ ചെയറിൽ ഇരിക്കാൻ വയ്യ. അങ്ങനെ പിന്നെ അവര് പോയി ഡോക്ടറെ അടുത്ത് പോയി മറ്റേ വീൽ ചെയറിന്റെ വിളിച്ചു പറയാതെ വെടിവെക്കാൻ പറ്റുമോ സെറ്റപ്പ് ഇല്ലേ. ഇങ്ങനെ അവസരം സംഭവിച്ച് ഡോക്ടർ പറയണ പോലും കേൾക്കുന്നില്ല. എന്നിട്ട് OT ചെയ്തൊരു സീനിയർ ഡോക്ടർ വന്നേ. ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എവിടെ രോഗി എവിടെ. അപ്പൊ ഞാനിത് ഫ്രണ്ടിൽ ഇതാണല്ലോ. അപ്പൊ പറഞ്ഞ് വീൽ ചെയർ. നമ്മൾ വീൽ ചെയർ സമ്മതിക്കട്ടില്ല. അതൊക്കെ നഴ്സ് പറഞ്ഞപ്പോ ഓക്കെ. പിന്നെ പുള്ളി നോക്കി കുറെ സാധനമൊക്കെ കിട്ടും. 3 ദിവസം കഴിഞ്ഞ് റിവ്യൂവിന് വരാൻ പറഞ്ഞു.
അങ്ങനെ അവിടുന്ന് വിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ്. പക്ഷെ കഴുത്തിൽ ഇപ്പോഴും പെയിൻ ഉണ്ട്. 3 ദിവസം ഇവിടെയും ബാക്കിലൊന്നും ഇടിച്ചോണ്ടാണ് ഇമ്പാക്ട്. ഫ്രണ്ടിലായിരുന്നെങ്കിൽ നല്ല പ്രശ്നം. ബാക്കിലായിട്ട് പോലും ഇവന് ഇത്രയും വേന വന്നു. ബാക്കിൽ ഇടിക്കുമ്പോഴേ ഇപ്പൊ ബാക്കിൽ ഒരു 100 ഒരു 80 ആണെങ്കിൽ ആ ഒരു 100 100 ആണെങ്കിൽ 20 ആയിരിക്കും എക്സ്ട്രാ. പക്ഷേ ഫ്രണ്ടിലാണെങ്കിൽ 50 100 ആണെങ്കിൽ 150 ആയിട്ട് കിട്ടും. പക്ഷെ കുറെ പേർക്ക് കിട്ടിയ കേട്ടോ. എന്റെ അടുത്തൊരു പാവം പിടിച്ചൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ എന്തോ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്തോ ആയിട്ട് ഇന്റർവ്യൂവിന് പോയതാണ്. അവർ 4 പേര് അവരെ തേച്ചിട്ടാണ് വിട്ടത്. അതായത് ബാംഗ്ലൂർ വന്നിട്ട് പണിയുടെ അവന്മാര് ചുമ്മാ തേച്ച് വിട്ട്. ആ പയ്യൻ പാവപ്പെട്ടവൻ അവൻ ഇവിടെയൊക്കെ ഇടിച്ച് ഷോൾഡറൊക്കെ ഭയങ്കര പെയിൻ അവന്. അവളുടെ മണ്ടയിരുന്ന ഒരാൾക്ക് നല്ല പണി കിട്ടിയെന്നാണ് പറഞ്ഞത്. ഈ ബസ്സുകാരെന്തെങ്കിലും ഇത് കോമ്പൻസേഷൻ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ എടുത്തേക്കാണ്. ഞാൻ രണ്ടും എടുക്കും, പേടിഎമ്മിലും ഫ്ലിപ്കാർട്ടിലും എടുക്കും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇൻഷുറൻസ് സെറ്റപ്പ് ഇല്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചാൽ ഫ്ലിപ്കാർട്ട് അഗ്രിഗേറ്റർ ആയിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷേ പേടിഎമ്മിലാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് താഴെ 40 രൂപ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഞാൻ മിക്കതും ഇതേപോലെ ഓൺലൈൻ എടുക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കും. നമ്മൾ 2ാമത്തെ ദിവസം കലാസിപ്പാളയത്തിൽ സ്റ്റേ എടുത്തില്ലേ, അപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും 40-50 രൂപ എടുത്താൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിലൊക്കെ. ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ചിലവന്മാർ പറയും റൂം ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ആ സമയത്ത് നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും, എക്സ്ട്രാ പൈസ എന്തെങ്കിലും തരും, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഈവൻ റെയിൽവേയിലുണ്ട് 50 പൈസ എന്തോ എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ബർത്താണ്, എടുക്കണം. ഞാൻ നോക്കിയപ്പോഴത്തേക്കും പേടിഎമ്മിലാണെങ്കിൽ ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഡെയിലി 15,000 രൂപ വരെയൊക്കെ നമുക്ക് കിട്ടും. അപ് ടു 15,000 വരെയൊക്കെ ഡെയിലി കിട്ടും. നല്ലതാണ്. ഒരു നല്ല ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് ഇപ്പൊ ആശുപത്രി കിടക്കുന്ന ദിവസങ്ങളിൽ കിട്ടും. അങ്ങനെ എന്തൊക്കെയാ കിട്ടും, എന്തോ കട്ട് ഓഫ് ഉണ്ട്. എങ്കിലും ബെറ്റർ അല്ലേ ഇങ്ങനെയുള്ള സാധനം. ഇതുണ്ടായിരുന്നു ക്ലെയിം ചെയ്യായിരുന്നു. അവര് തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ബസ്സുകാർ ഇത് കൊടുക്കേണ്ടതാണ്. പിന്നെ ബസ്സുകാർ ചിലപ്പോ ക്ലെയിം ചെയ്യുമായിരിക്കും. അവര് ചോദിച്ചില്ലേ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ചോദിച്ചില്ല? അവര് അങ്ങനെയൊന്നും ചോദിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. കാര്യം ചോദിക്കാനുള്ളതാണ്. പൈസ കൊടുത്തല്ലേ. അല്ല ഇപ്പൊ അതെ ഭയങ്കര സീരിയസ് ആയിട്ട് ആർക്കെങ്കിലും പ്രശ്നം വന്നിരുന്ന എന്ത് ചെയ്തേനെ അറിഞ്ഞൂടാ. അപ്പൊ ചിലപ്പം ഇവര് മാക്സിമം നോക്കിയെന്ന് കഴിഞ്ഞാൽ അവരെ വണ്ടി അങ്ങോട്ട് മാറ്റിയിടുക, പോലീസിനെ വിളിക്കുക, അടുത്ത വണ്ടിയിൽ നമ്മളെ കയറ്റി വിടുക. അതേ അവര് നോക്കിയോളൂ. എനിക്കൊന്ന് കുറെ പേർക്ക് പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ പറഞ്ഞില്ല. ബ്ലീഡിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് സീനാണ് കേട്ടോ. നല്ല ഇടിയെ കിട്ടുകയാണെങ്കിൽ പണി കിട്ടും. കാര്യം ഞാൻ ചെറിയ ഇടിയായിട്ടും തല ഇടിച്ചിട്ടേ നല്ല പെയിനായിരുന്നു എനിക്ക്. കാരണം ഇതിൽ ബെൽറ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, നമ്മൾ ഉറങ്ങി ഫ്രീ ഫ്ലോ അല്ലേ, നമ്മൾ ഇങ്ങനെ കിടക്കില്ലേ, അടിക്കും. ട്രെയിനാണ് സത്യം പറഞ്ഞ റിസ്ക് ഉണ്ടടാ. ട്രെയിനാണ് ബെറ്റർ. ട്രെയിനാണ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ മറ്റേ റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഒരു സാധനമേ ഇല്ല. ഇതേ കിടന്നങ്ങ് ഉറങ്ങിയാ മതി. പാളം തെറ്റണ മാത്രമേ ഉള്ളൂ. തെറ്റണല്ല, പാളത്തിൽ കൂടെ അല്ലേ പോണം. അപ്പൊ പിന്നെ വേറെ ഒന്നും ഇടിക്കാൻ സാധ്യതയില്ലല്ലോ. തെറ്റണ ഇതുണ്ട്, പക്ഷെ അത് അങ്ങനെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. അങ്ങനെ 2 ദിവസം പോയി. അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാംഗ്ലൂരിലെ എക്സ്പീരിയൻസുകൾ. അതെ. ഇനി നമുക്ക് പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം കൂടെ ഉണ്ടല്ലേ, നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് കുറച്ച് നാളായിട്ട് നമ്മൾ പൊട്ടിക്കണം നമ്മൾ ലൈവുകളിലൊക്കെ പൊട്ടിക്കണം എന്ന് വിചാരിച്ചു. കുറച്ച് നാളായി വന്നിട്ട്. അപ്പൊ അത് കാണിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. കാര്യം അതിലൊരു കത്തുണ്ട്. അപ്പൊ ആ ലെറ്റർ നല്ലൊരു ലെറ്റർ നമുക്ക് വായിക്കണം. ഹൃദയസ്പർശിയായ ക്രിസ് ബേബിയാണ് നമുക്ക് അയച്ചു തന്നത്. അതിന്റെ ഇടയിൽ കൂടെ അതിൽ കൂടെ നമുക്ക് കുറച്ച് ശുദ്ധമായ പുള്ളിയുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചിരിക്കും. വീട്ടിൽ വളർത്തിയ ലെറ്റർ ഉണ്ട്. നല്ല മണം. ലെറ്റർ ഞാൻ വായിക്കണോ നിങ്ങൾ വായിക്കുന്നോ? നീ വായിക്കും. അക്ഷരസ്ഫുടതയുള്ള ആരെങ്കിലും എങ്കിൽ ഞാൻ വായിക്കാം. ഓക്കെ, താളത്തിൽ വായിക്കാം. ഓക്കെ. ഹലോ OSB, ഞാൻ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നുള്ള വീഡിയോസ് പണ്ട് മുതൽ കാണുമായിരുന്നു. പിന്നീട് നിങ്ങൾ പുതിയ ചാനൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ സന്തോഷം തോന്നി. എല്ലാ വീഡിയോസും മിസ്സാകാതെ കണ്ടിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ തോട്ടിൽ നിന്നും മീൻ പിടിക്കുന്നത് വീഡിയോ കണ്ടിരുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ ശ്രമിച്ചത് പിടിച്ചില്ലല്ലോ. ഇന്ത്യയിലെ പോഡ്കാസ്റ്റിലെ ഒരുവിധം എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന കോഡൊക്കെ കമന്റായി ഇടുമായിരുന്നു. നമ്മൾ പണ്ട് കോഡ് സമയമില്ലാതായപ്പോൾ പോഡ്കാസ്റ്റ് കാണുന്നതൊക്കെ കുറച്ചിരുന്നു. പിന്നെ സമയം പോലെ ഇന്റർലെക്സ് അവസാന കുറേ വീഡിയോസ് കണ്ടു തീർത്തു. പക്ഷെ ചില എപ്പിസോഡ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമായിരുന്നു. OSBയിലെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പോഡ്കാസ്റ്റ് ആയിരുന്നു നേരത്തെ ഇഷ്ടം. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസാണ് ഏറ്റവും ഇഷ്ടം. അതൊക്കെ കണ്ട് ഞാൻ ഒത്തിരി ചിരിക്കാറുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാർഡമമാണ് ഇതിൽ. ഇത് എൻ്റെ വീട്ടിലെ പറമ്പിൽ നിന്നും ഉണ്ടായതാണ്. അത് ഭയങ്കര സ്പെഷ്യൽ സാധനം.
നമ്മളെ വീട്ടിൽ ഈ ചക്കയും മാങ്ങയൊക്കെ കായ്ക്കുമ്പോഴത്തേക്കും അടുത്തുള്ളവർക്ക് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് ചെന്നൈ വ്ളോഗ് സീരീസ് ഇഷ്ടപ്പെട്ടു. ഇനിയും അതുപോലെ വേറെ സ്ഥലങ്ങളിൽ പോയി വ്ളോഗ് ഒക്കെ ചെയ്യുക. അത് നമ്മൾ വായിച്ച അപ്പം തന്നെ നമ്മൾ ബാംഗ്ലൂർ പോയി. മാഹിന്റെ പോഡ്കാസ്റ്റിൽ നിങ്ങൾ വളരെ നന്നായി തന്നെ ഉത്തരങ്ങൾ കൊടുത്തു. ചോദ്യങ്ങൾ തന്നെ എനിക്ക് ഒരുമാതിരിയായി തോന്നി. എന്നിട്ട് പോലും നിങ്ങൾ അതിനെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്തു. എനിക്ക് നിങ്ങൾ എല്ലാവരെയും ഒന്നിനൊന്ന് ഇഷ്ടമാണ്. ഇത് ഇപ്പോൾ കുറച്ച് ഏലക്കയേ ഉള്ളൂ. ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ അടുത്തത് അയച്ചു തരാം. ഇതേ എന്റെ കയ്യിൽ തരാനുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ തരണമെന്നുണ്ട് ബ്രോ. അങ്ങനെ തരണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ സാധനമാണ്. അതും വീട്ടിൽ വളർന്ന ഒരു സാധനം ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി നമുക്ക് അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഇനിയും കുറെ കുക്കിംഗ് വീഡിയോസ് ഉണ്ടാകട്ടെ. ദാസൻ ചേട്ടന്റെ പറമ്പിലെ വീഡിയോസ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ എന്ന് സ്വന്തം OSBയുടെ പ്രേക്ഷകൻ. അക്ഷരത്തെറ്റുള്ളതിൽ ക്ഷമിക്കണം. അപ്പം താങ്ക്സ് ബ്രോ. ക്രിസ് ബേബി ഇത് എഴുതി അയച്ചതും ഇതൊക്കെ സ്പെഷ്യലാണ്. ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വായിക്കണേന്ന് അല്ലേ? ഇവിടെ OSBയിൽ ആദ്യമായിട്ടാണ് ലെറ്റർ വായിക്കുന്നത്. നിങ്ങൾക്കും ഇതേപോലെ ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഗൈസ്. പതക്കമായിട്ട് നമ്മളിവിടെ വെക്കുന്നതായിരിക്കും. ഇനി നമ്മള് ചായ ഇട്ട് കുടിക്കണ അത്രയും ഏലക്ക ഇട്ടായിരിക്കും. ഇത് നമ്മൾ പൊടിച്ചു വെക്കും. പൊടിച്ച് വെച്ച് ചായയുടെ കൂടെ മിക്സ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. നൈസാണ്. നമ്മളിനി പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് വീട്ടിൽ കൊണ്ടുപോകും. കൊള്ളാം. നല്ല സാധനം. താങ്ക്സ് ക്രിസ്. താങ്ക്സ് അഗൈൻ. ഈ ഒരു ലെറ്ററോട് കൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോ ഇത്രയും നാളല്ല, ഈ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇതേപോലെ ലെറ്റർ അയച്ചതിന് നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങൾ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കേരളത്തിൽ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക്സ് അഗൈൻ. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ.